ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യാം. നമുക്ക് പതുക്കെ തുടങ്ങണം. ഇനി നമ്മൾ ടാലിയിലേക്ക് പതുക്കെ കിടക്കാം. ടാലി കേട്ടിട്ടുണ്ടോ എല്ലാവർക്കും ടാലി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അക്കൗണ്ട്സ് പഠിക്കുന്ന ആൾക്കൊക്കെ ടാലി അറിയുന്നുണ്ടോ? ടാലിയുടെ നോർമലി നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ പഠിക്കാം. ടാലിയിൽ മാനുഫാക്ചറിങ്ങിൻ്റെ അക്കൗണ്ട്സ്, ട്രേഡിങ്ങിൻ്റെ അക്കൗണ്ട്സ്, സർവീസിൻ്റെ അക്കൗണ്ട്സ്, അതിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കാം. നമ്മൾ അക്കാഡമിക് തലങ്ങളിൽ പഠിക്കാറുണ്ടല്ലോ, കമ്പനി ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേഷൻ, സ്റ്റോക്ക് ക്രിയേഷൻ. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നേരെ സർവീസ് മേഖലയുടെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ടാലിക്കകത്ത് ചെയ്യാം, മാനുഫാക്ചറിങ്ങിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് ടാലിക്കകത്ത് ചെയ്യാം, പിന്നെ അതേപോലെ ട്രേഡിങ്ങിൻ്റെ അക്കൗണ്ട്സ്, എല്ലാത്തിനും 3-4 കാര്യങ്ങളുണ്ട്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ കയ്യിൽ ലാപ്ടോപ്പ് ഉള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഇല്ലാത്ത ആളുകൾ കൃത്യമായിട്ട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഓരോ സ്റ്റേജും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ലാപ്ടോപ്പും മറ്റോ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ആ സമയങ്ങളിൽ ഉപയോഗപ്പെടുത്താം. ഇനി അവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമ്മുടെ സെൻറ്ററിൽ 1-2 ദിവസം വേണമെങ്കിലൊക്കെ വന്നിട്ട് ട്രെയിനിങ് ഒക്കെ എടുത്ത് പോകണമെങ്കിൽ പോവാം. അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം ഭാവിയിൽ. അപ്പം കമ്പ്യൂട്ടറുള്ള ആളുകൾ ആ സമയത്ത് ആ രീതിയിൽ തന്നെ ഉപയോഗിച്ച് പോകാം. അല്ലാത്ത ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോകാം. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാം, അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് സംവിധാനം ഉണ്ടാക്കാം പോകുന്ന വഴിക്ക്. അതല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ഇവന്റ് സംഘടിപ്പിച്ചിട്ട് നമുക്ക് മൊത്തം വലിയ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് നോക്കാം. അതുകൊണ്ട് ഇല്ലാത്ത ആളുകൾ ടെൻഷൻ അടിക്കേണ്ട, വഴികൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ബേസിക് ഇനി കിട്ടാത്ത ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടിയൊക്കെ എടുത്ത് റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിലേക്കൊക്കെ എത്തി അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാം. അക്കൗണ്ട്സിലേക്ക് ഇറങ്ങുന്ന ഒരാൾ എന്താണ് ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ എന്ത് ചെയ്യണം, പുതുതായിട്ട് ആദ്യമായിട്ട് നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം. ഇത് ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയാം. ഞാൻ കൺസൾട്ടിങ് മേഖലയിൽ ഒരുപാട് കമ്പനികൾ, പൊട്ടിപ്പൊളിഞ്ഞ കമ്പനികൾ കണ്ടിട്ടുണ്ട്, പുതിയ കമ്പനികളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. അപ്പം നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കാം. അവിടെ എന്താണ് ചെയ്യേണ്ടത്? ചാടി കയറി അക്കൗണ്ട്സ് അങ്ങ് കയറി തുടങ്ങരുത്. അവിടെ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ ഇന്ന് തന്നെ നമ്മളൊരു സ്ഥാപനത്തിൽ കയറി ഇന്ന് തന്നെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആക്കണം, ഇന്ന് തന്നെ തീർക്കണം എന്നുള്ള വാശി പിടിച്ചിട്ട് അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, തലയും പാലും ഇല്ലാതെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണി വീണ്ടും നമ്മൾ എടുക്കേണ്ടി വരും, ഉറപ്പായിട്ടും എടുക്കേണ്ടി വരും. ഒരു സംശയം വേണ്ട. ഇന്ന് നിങ്ങൾ ചാടി കയറി എടുത്ത 1-2 ദിവസത്തെ അക്കൗണ്ട്സ് ചാടി കയറി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പണി ഒരു കൺസൾട്ടന്റ് വന്നിട്ട് ഒന്നെങ്കിൽ ക്ലിയർ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ എടുത്ത പണി മുഴുവനും നിങ്ങൾ വീണ്ടും എടുക്കേണ്ടി വരും. അതുകൊണ്ട് 1 ദിവസമോ 2 ദിവസമോ ലാഗായി കഴിഞ്ഞാൽ പോലും സാവകാശം ചെയ്യുക, ബേസ് കറക്റ്റ് ആക്കിയിട്ട് വേണം മുമ്പോട്ടേക്ക് പോകാൻ. ഇതില്ലാത്ത അക്കൗണ്ട്സുകളാണ് നമ്മുടെ നാട്ടിൽ അധികമുള്ള അക്കൗണ്ട്സുകൾ. നമുക്ക് ഏറ്റവും കൂടുതൽ കൺസൾട്ടിങ്ങിൽ വരുന്ന സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകളുടെ ഒക്കെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്, അത്യാവശ്യം നല്ല ബ്രാഞ്ചസുകൾ, ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ള ആളുകളൊക്കെ അവസ്ഥ, എത്ര മുടക്കിയെന്നറിയില്ല, എത്ര കിട്ടുമെന്നറിയില്ല, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയില്ല. സ്റ്റോക്ക് നോക്കിയാൽ മനസ്സിലാകുന്നില്ല ഇവിടെ സ്ഥാപനത്തിൽ എത്രയാ സ്റ്റോക്ക് ഉള്ളത്, എത്രയാ മൈനസ് സ്റ്റോക്ക് ഉള്ളത്, ഇങ്ങനെ പോയാൽ എങ്ങോട്ടേക്കാ ഇതിനെക്കുറിച്ച് ഒന്നും വ്യക്തത ഇല്ലാതെ പാർട്ട്ണർമാർ തമ്മിൽ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ഇവർ വരിക. എന്നിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിരിക്കും, റിപ്പോർട്ടിൽ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ അക്കൗണ്ട്സ് ഇതുപോലെ ആവരുത്. നമുക്ക് അത്യാവശ്യം 10, 20, 30 രൂപ ഒക്കെ സാലറി ഒക്കെ തന്നിട്ട് ഒരു സ്ഥാപനത്തിൽ പിടിച്ചിരുത്തി കഴിഞ്ഞിട്ട് ആ സ്ഥാപനം കോളാക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. ഓക്കെ, അപ്പം എന്താ ചെയ്യാം? ഒരു സ്ഥാപനത്തിൽ ഇന്ന് നിങ്ങളൊരു സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഇപ്പോൾ ഫാറൂഖ് ഭായിനെ ഇന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. ഫാറൂഖ് ഭായി നല്ല ഇൻ ചെയ്തിട്ട് നമ്മൾ ഇന്നൊക്കെ വന്ന് സിസ്റ്റമൊക്കെ റെഡിയാണ്, കമ്പ്യൂട്ടറൊക്കെ റെഡിയാണ്, സോഫ്റ്റ്വെയർ റെഡിയാണ്, എല്ലാം റെഡിയാണ്. എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം? ഒരുപാട് പർച്ചേസ് നടക്കുന്നുണ്ട്, ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട്, എക്സ്പെൻസുകളുണ്ട്, ഇൻകം ഉണ്ട്.
ഇതൊക്കെ ഫാറൂഖ് ഭായ് അവിടെയും ഇവിടെയൊക്കെ എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുതലാളി എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഏൽപ്പിക്കപ്പെട്ട മാനേജർ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഡാറ്റ കാര്യങ്ങളൊക്കെ തരികയാണ്. എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും? ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാം. പെട്ടെന്ന് അങ്ങ് ലെഡ്ജർ ഉണ്ടാക്കും, പെട്ടെന്ന് അങ്ങ് പരിപാടി തുടങ്ങും. എങ്ങനെയാ നിങ്ങൾ എങ്ങനെ ചെയ്യാന്ന് പറയും. ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഷൻ ആട്ടാ. ഇതിനാണ് നമുക്ക് സമയം പോവാം. എന്താ ചെയ്യാം? യൂട്യൂബിലെ ആളുകൾ അവിടെ കമന്റ് ചെയ്തോളി. പ്രീവിയസ് റെക്കോർഡ്സ് ഒക്കെ ഒന്ന് ചെക്ക്. പ്രീവിയസ് റെക്കോർഡ്സ് ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്, നല്ലത്. പിന്നെ വേറെ ആർക്കും എന്താ പറയാനുള്ളത്? അവിടുത്തെ ഫാറൂഖ് ഭായ് പെറ്റി മൈക്ക് ക്യാഷ് അൺമ്യൂട്ട് അല്ല, ട്രാൻസാക്ഷൻ ഒക്കെ മ്യൂട്ടാണ്. നോക്കും. പെറ്റി ക്യാഷ് പെറ്റി ക്യാഷ് നോക്കും. ഷാജി പറഞ്ഞു പെറ്റി ക്യാഷ് നോക്കും. ഓക്കെ, പിന്നെ ഫാറൂഖ് ഭായ് എന്താ പറയാന്ന് ചോദിച്ചാൽ മൈക്ക് മ്യൂട്ടാണ്. ഫാറൂഖ് ഭായ് ലാസ്റ്റ് ഇയർ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കും. ലാസ്റ്റ് ഇയർ തുടങ്ങാണ് പുതിയ സ്ഥാപനം. ആ ഓക്കെ, ഓഡിറ്റ് പഴയ സ്ഥാപനമാണെങ്കിൽ നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് അതൊക്കെ വെച്ച് നോക്കും. പിന്നെ ആദ്യം മൊത്തത്തിൽ നമ്മൾ അവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. കറക്റ്റ്, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫാറൂഖ് ഭായ് പറഞ്ഞത് എന്താണ് ഈ സ്ഥാപനം, എന്താണ് ഇവരുടെ ആക്ടിവിറ്റി, എന്തൊക്കെയാണ് ഇവർക്ക് കോമൺ ആയിട്ടുണ്ടാകുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സെയിൽ നടക്കുന്നത്, എങ്ങനെയാണ് പർച്ചേസ്. ഇതിന് കൃത്യമായിട്ട് നമ്മൾ റൂട്ട് മാപ്പ് നമ്മളെ പറ്റുമെങ്കിൽ ബുക്ക് തന്നെ ഉണ്ടാക്കണം. മൈൻഡ് മാപ്പ് എന്നൊക്കെ പറഞ്ഞ ആപ്പുകളുണ്ട്. മൈൻഡ് മാപ്പ്, അതായത് ഓരോ സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് പോകണം. അങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം. സിസ്റ്റമാണ് വർക്ക് ചെയ്യേണ്ടത്. സിസ്റ്റം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും. ഉദാഹരണം, ഫാറൂഖ് ഭായ് എൻ്റെ മൂത്താപ്പൻ്റെ മോനാണെന്ന് വിചാരിക്കും. മൂത്താപ്പൻ്റെ മോനാണെങ്കിൽ ഫാറൂഖ് ഭായ്ക്ക് ഒരു ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഫാറൂഖ് ഭായ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് അവരോട് പറയണമെന്ന് ചിലപ്പം പറ്റത്തില്ല. സിസ്റ്റം ആണെങ്കിൽ അത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തമ്മൻ്റെ മോനല്ലേ. ഫാറൂഖ് ഭായുടെ എന്തേ ചോദിക്കാനുള്ളൂ? സിസ്റ്റത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഫാറൂഖ് ഭായ് ഇന്ന ഡ്യൂട്ടി ചെയ്തിട്ടില്ലെങ്കിൽ, ഉദാഹരണം ഫാറൂഖ് ഭായ് എല്ലാ ദിവസവും, ഫാറൂഖ് ഭായ് ഞാൻ പറഞ്ഞ നമ്മൾ അങ്ങനെ ബന്ധമുള്ള ആളുകളായതുകൊണ്ട് കേട്ടോ. ഫാറൂഖ് ഭായ് മറ്റേ ഇവരൊക്കെ നമ്മൾ പറയാം, അനൂപ്ഖാനൊക്കെ പറയുന്നത് അടുത്ത ബന്ധമുള്ള, നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു അർത്ഥത്തിൽ എടുക്കുന്ന ആളുകളായതുകൊണ്ട് അവരെ പേര് പറയുന്നത്. അപ്പോൾ ഒരു നിയമമുണ്ട് ഒരു സ്ഥാപനത്തിൽ, സിസ്റ്റം വർക്ക് ചെയ്യാൻ. നമ്മൾ ഇങ്ങനെ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സ്ഥാപനത്തിൽ. അപ്പോൾ അവിടെ പോയിട്ട് 10 മണിക്ക് ആണ് നോർമലി ആ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:05 ഫാറൂഖ് ഭായ് വന്നതെങ്കിൽ കുഴപ്പമില്ല, 5 മിനിറ്റിന്റെ സാലറി കുറയും. 11 മണിക്കാണ് വന്നെങ്കിൽ ഹാഫ് ഡേ സാലറി കുറയും. 3 ദിവസം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം ജോലി പോകും. ഇത് സിസ്റ്റത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫാറൂഖ് ഭായ് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റത്തിനകത്തല്ല വർക്ക് ചെയ്തത്, അതുകൊണ്ട് പോയി. അല്ലെങ്കിൽ ഫാറൂഖ് ഭായ് നാളെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഓന് എൻ്റെ അളാപ്പൻ്റെ മോനായിട്ട് ഓനെന്താ അവനെ പറഞ്ഞാണ്ടോനെ ഇങ്ങനെ ചോദിക്കും. പ്രശ്നമാവും, അടിയാവും, ഫാമിലി വരെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ ജോബ് റോളും ജേഡിയും ഒക്കെ കൊടുക്കുമ്പോൾ പറയും, ഇതാണ് നിങ്ങളെ പണി, ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്, ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ സിസ്റ്റം വർക്ക്, പീപ്പിൾ ഫെയിൽ. സിസ്റ്റമാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഏത് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാലും വേറെ എന്ത് സംവിധാനത്തിന് സിസ്റ്റം ഇല്ലെങ്കിലും അക്കൗണ്ട്സിന് നിങ്ങൾ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കണം. ബാക്കി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ളത് മുതലാളിമാരോ അവരോ ചിന്തിച്ചോട്ടെ. നിങ്ങൾ ആ സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ അവിടെ അനുവദിക്കാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ വളരെ പെട്ടെന്ന് അവിടുന്ന് തടിയെടുക്കണം. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യരുത്, നിങ്ങളുടെ കരിയർ പോകും. ഒരു സംശയം വേണ്ട, അവിടെ എത്ര സാലറി തരുവാണെങ്കിലും അവിടുന്ന് തടിയെടുക്കണം. സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളോ, സിസ്റ്റം നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ റെഡി ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 7,000, 8,000, 10,000 AID സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് തെറിച്ചോളണം. നിങ്ങൾക്ക് ഒരു സാധ്യതയില്ല ഭാവിയിലേക്ക്. സത്യസന്ധമായിട്ടാണ് പറഞ്ഞാൽ ഉറപ്പായിട്ടും പൊട്ടും, സംശയമില്ല അതിനകത്ത്. ഇല്ല, അങ്ങനെ വലിയ വലിയ ഗൾഫ് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ജബീലൊക്കെ അങ്ങനത്തെ കമ്പനികൾ വർക്ക് ചെയ്തില്ല? ജബീൽ അങ്ങനത്തെ കമ്പനി വർക്ക് ചെയ്തിട്ടില്ലേ? അതെ സാർ, ഞാൻ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഇല്ലാത്ത കമ്പനിയിലാണോ നിങ്ങൾ വർക്ക് ചെയ്തത്?
നിങ്ങൾക്ക് എത്ര സാലറി First കിട്ടിക്കഴിഞ്ഞാലും work ചെയ്ത് അവിടെ നിന്ന് തടിയെടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. അവരെത്ര പറഞ്ഞാലേ 10,000 രൂപയിൽ കിട്ടുന്നിടത്തോളം കിട്ടട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഉദാഹരണം 10,000 രൂപ AD നിങ്ങൾക്ക് സാലറി തരാമെന്ന് പറഞ്ഞു. നിങ്ങളെ മനസ്സിലെന്താ, ഇവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് 10,000 കിട്ടുമല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ റെഡി ഇല്ലാത്ത ആളുകളാണ്. പറയണത് സിസ്റ്റം ഇല്ലെങ്കിൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട്സിന് എങ്ങനെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം? ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്തോ ആയിക്കോട്ടെ, നമ്മളെ മാറ്റർ അല്ല. എങ്ങനെ അക്കൗണ്ട്സിൽ അപ്പോൾ ഫാറൂഖ് ഭായി പറഞ്ഞ പോലെ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തേതാണ്. ഇപ്പോൾ ഉദാഹരണം ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കേസ് എടുക്കാം. സൂപ്പർ മാർക്കറ്റിന്റെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം എന്തായിരിക്കും? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പർച്ചേസ് പർച്ചേസ് ആണോ തുടക്കം? വെരി ഗുഡ്. പർച്ചേസ് ആണ്. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാ? പർച്ചേസിന്റെ മുമ്പ് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ആയിരിക്കും. പർച്ചേസിന്റെ ക്യാപിറ്റൽ കൊണ്ടുവരും. ഓക്കെ, അത് ഈ പർച്ചേസുമായി റിലേറ്റഡ് തന്നെ ആയിക്കോട്ടെ. ക്യാപിറ്റൽ അതിലേക്ക് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരും, ക്യാപിറ്റൽ വരും, അസറ്റ് വരും, പല കാര്യങ്ങളും ബിസിനസ്സിനകത്തേക്ക് വരും. LPO പർച്ചേസിനടുത്ത് വെരി ഗുഡ്. ആരാ പറഞ്ഞേ? സക്കീന. പർച്ചേസ് ഓർഡർ അല്ലേ? PO വരും. ആദ്യം പർച്ചേസ് ഓർഡർ വരും. എങ്ങനെയാ സൂപ്പർ മാർക്കറ്റിൽ നടക്കാം? ഉദാഹരണം, എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിനകത്ത് കുറെ പാനുകളൊക്കെ വിൽക്കണം. ഒരുപാട് പാനുകൾ ഉണ്ടാവില്ല, പല ഐറ്റംസ്, 5 രൂപ 10 രൂപേൻ്റെ ഒക്കെ പാൻ ഉണ്ടാവും. അപ്പൊ ഇതന്നെ സെയിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ടാവും. ഇപ്പൊ ലെക്സി എന്ന് പറഞ്ഞ പാന വിൽക്കുന്ന 3-4 കമ്പനികൾ മാർക്കറ്റിലുണ്ട്. ഈ 4 ആളുകളിലേക്ക് നമുക്ക് ഇത്ര ക്വാണ്ടിറ്റി സാധനം വേണം എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കൊട്ടേഷൻ എടുക്കുക, പർച്ചേസ് ഓർഡർ എടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു സിസ്റ്റം അവിടെ ഉണ്ടാക്കണം. ഇങ്ങനെ ഇത് ചെയ്യാവൂ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പർച്ചേസ് മാനേജർ ഉണ്ടാകും. അയാൾക്ക് കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങൾ ഇഷ്ടം പോലെ അവിടെ ഇറങ്ങും. ഡെഡ് സ്റ്റോക്ക് അവിടെ ഓവറായിട്ട് വരും. ഡേ 1 തന്നെ നമ്മളത് പൊളിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പിന്നീട് ഇവർ ഈ ഒരു കമ്മീഷൻ കിട്ടി ശീലമായി കഴിഞ്ഞാൽ അടുത്തേക്ക് സിസ്റ്റം ആയി കഴിഞ്ഞാൽ അവൻ നമ്മളെ റിജക്ട് ചെയ്യും. ഉറപ്പായിട്ടും അവൻ നമ്മളെ റിജക്ട് ചെയ്യും. സ്ഥാപനത്തിൽ ഡെഡ് സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പർച്ചേസ് മാനേജറും സപ്ലയറും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഡെഡ് സ്റ്റോക്ക് ഉണ്ടാകുന്നതിന് പ്രധാന ഒരു സ്ഥാപനത്തിൽ ഡെഡ് സ്റ്റോക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ കഴിഞ്ഞാൽ പർച്ചേസ് മാനേജർ കള്ളനാണെന്നാണ് അതിനർത്ഥം. പർച്ചേസ് മാനേജർ കള്ളനാണെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. മറന്നല്ല, ഒരു സ്ഥാപനത്തിൽ അങ്ങനെ ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവില്ല. ആരെങ്കിലും അനുഭവം ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? ഡെഡ് സ്റ്റോക്ക് കിടക്കുന്ന സ്ഥാപനത്തിൽ പർച്ചേസ് മാനേജർ സപ്ലയർ ആയിട്ട് നല്ല കണക്ഷൻ ആയിരിക്കും. അവനക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സാലറിയേക്കാൾ കൂടുതൽ സാലറി കമ്മീഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട പണി ഇങ്ങനെ പർച്ചേസ് ഓർഡർ വഴിയെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എടുക്കാൻ പാടുള്ളൂ. ഒരു സാധനം അനുഭവിക്കുമ്പോൾ അതിന്റെ 3-4 കമ്പനികളിൽ നിന്ന് എന്ത് ചെയ്യണം? കൊട്ടേഷൻ എടുക്കണം. ആ കൊട്ടേഷൻ അപ്രൂവ് ചെയ്യുന്ന 1-2 ആളുകൾ വേണം. പർച്ചേസ് അല്ലേ, ഫ്ലോർ മാനേജർ ഏത് ഫ്ലോറിലാണോ ആ സാധനം വെക്കുന്നത് അവൻ അപ്രൂവ് ചെയ്യണം, പ്ലസ് പർച്ചേസ് മാനേജർ അപ്രൂവ് ചെയ്യണം. ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കണം. പർച്ചേസ് ഓർഡറിൽ നിന്ന് നമ്മളൊരു ഓർഡർ നമ്മൾ കൺഫേം ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം. പർച്ചേസ് ആക്കി മാറ്റുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ സാധനം റെസീപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. റെസീപ്റ്റ് നോട്ട് എന്നൊക്കെ പറയും ടാലിയിൽ. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ആദ്യം പർച്ചേസ് ഓർഡർ, പിന്നീട് നമ്മൾ റെസീപ്റ്റ് നോട്ട്, പിന്നീട് അത് പർച്ചേസ് ആയിട്ട് മാറും. ഈ റെസീപ്റ്റ് നോട്ടിന്റെ ഇടയിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്ത് സ്വീകരിച്ച് സ്ഥാപനത്തിലൊക്കെ എത്തി. ചില സമയങ്ങളിൽ ചില സാധനത്തിന് എന്തെങ്കിലും മിസ്റ്റേക്കോ കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സാധനം ചിലപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ റിജക്ഷൻ ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി അവിടെ വരും. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ മതി. ഇതൊക്കെ എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം പർച്ചേസ് ഓർഡർ, റെസീപ്റ്റ് നോട്ട്, അതായത് ഒരു 10 പേന നമ്മൾ പർച്ചേസ് ചെയ്തു എന്നായിരിക്കും. വെറുതെ ഒരു എക്സാമ്പിളിന് 10 പേന പർച്ചേസ് ഓർഡർ ഇട്ടു. ആ പർച്ചേസ് ഓർഡറുള്ള 10 പേനയും നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നു. നമ്മൾ പർച്ചേസ് ആയി കയറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലായി അതിൽ 2 പേനയ്ക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട്.
ഈ 2 പേരെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ കൊടുക്കും. ഇതിനെയാണ് നമ്മൾ റിജക്ഷൻ ഔട്ട് എന്ന് പറയാം. സ്ഥാപനത്തിന്റെ പുറത്തേക്ക് തന്നെ റിജക്ഷൻ ഔട്ട്. അപ്പോഴേ നമ്മൾ പർച്ചേസിനകത്ത് കയറിയിട്ടില്ല ഈ സാധനം. അപ്പൊ നമുക്ക് ഇനി ആകെ 8 എണ്ണം ഉള്ളത്. ഈ 8 എണ്ണത്തിന് മാത്രം നമ്മൾ പർച്ചേസിലേക്ക് കയറ്റും. അപ്പം 10 എണ്ണം പർച്ചേസ് ഓർഡർ വന്നു, 2 എണ്ണം തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. ഈ തിരിച്ച് അങ്ങോട്ടേക്ക് പോയത് 2 രീതിയിലാകാം. ചിലപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതാകാം, ചിലപ്പോൾ ഇതിന് പകരം വേറെ സാധനം തരാം എന്നുള്ള രീതിയിലും ആകാം. അത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, അത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ റിജക്ഷൻ ഔട്ട്, ദെൻ പർച്ചേസ്. പർച്ചേസ് ബില്ലിനകത്തൊക്കെ കയറി GST കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ സൂക്ഷ്മമായി നോക്കുമ്പോൾ 2 എണ്ണത്തിനും കൂടി എന്തോ കംപ്ലൈന്റ് ഉണ്ട്. 2 എണ്ണത്തിനും കൂടി എന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്. ഈ 2 എണ്ണം കൂടി നമ്മൾ തിരിച്ചയക്കണം. അവിടെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുന്നത്. റിജക്ഷൻ ഔട്ട് അല്ല, പർച്ചേസ് റിട്ടേൺ ആണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോഴേ നമ്മൾ പർച്ചേസിൽ എത്തിയിട്ടുള്ളൂ. ഇത്രയും സ്റ്റേജ് കഴിയുമ്പോഴാണ് നമ്മൾ പർച്ചേസിലേക്ക് എത്തുന്നത്. പർച്ചേസ് എത്തിയിട്ട് ഈ വന്ന സാധനം എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ റൂട്ട് ഉണ്ടാക്കണം. 10 പേന വന്നു, ഈ 10 പേന എങ്ങനെയാണ് സെയിൽ ചെയ്യുക? സിംഗിൾ പീസ് ആയിട്ട് സെയിൽ ചെയ്യണോ? 2 എണ്ണം കൊടുക്കുമ്പോൾ അഡീഷണൽ ഓഫർ ഉണ്ടോ? ബൈ 1 ഗെറ്റ് 1 ആണോ? 1 വാങ്ങിയ 2 എണ്ണം ഫ്രീ ആണോ? ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് കയറ്റുന്നതിന് മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേ ഉണ്ടാവുള്ളൂ 1 കൊടുക്കുമ്പോൾ 2 എണ്ണം ഫ്രീ എന്നുള്ളത്. അപ്പൊ അപ്പുറത്ത് എടുത്തിട്ട് ആൾ വരുന്ന സമയത്ത് സിസ്റ്റത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ 2 എണ്ണം അങ്ങ് ബില്ലടിക്കും, 2 എണ്ണത്തിന്റെ പ്രൈസ് വരും. പിന്നെ പ്രൈസിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ആയി ആ പ്രൈസിനകത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൗണ്ടറിൽ വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ അഴിമതി തുടങ്ങി. പ്രൈസിങ് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതൽ സ്ഥാപനത്തിൽ അഴിമതി തുടങ്ങും. ഒരിക്കൽ പോലും സെയിൽസ് ബില്ലിനകത്ത് ഇരിക്കുന്നവനിക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. സെയിൽസ് ബില്ലിൽ ഇരിക്കുന്നവന് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ സ്ഥാപനം നേരത്തെ പറഞ്ഞ പോലെ മൂത്താപ്പാന്റെ മോൻ വരുന്ന സമയത്ത് 100 രൂപയുടെ സാധനം 50 രൂപക്ക് അടിക്കും. മനസ്സിലായല്ലോ? ഇവനിക്ക് തോന്നുന്ന ഡിസ്കൗണ്ടിൽ മാർക്കറ്റിൽ സാധനം സെയിൽ ചെയ്ത് പോകും. അപ്പൊ പ്രൊഡക്റ്റ് പർച്ചേസിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണേ. പർച്ചേസിനകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ സാധനം എങ്ങനെ പോയി, എങ്ങനെ ഇന്ന്, എങ്ങനെ ഔട്ട് എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സിസ്റ്റം ടാലിയിൽ ഉണ്ടാക്കണം. ടാലി എന്ന് പറഞ്ഞാൽ നോർമലി ലെഡ്ജർ ഉണ്ടാക്കാനും വൗച്ചർ ഉണ്ടാക്കാനും മാത്രമുള്ള സംഭവം നല്ല കേട്ടോ. ടാലിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോർമലി നമ്മൾ അക്കാഡമിക്കലി ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്രേ പഠിക്കുള്ളൂ. എങ്ങനെയാണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, വൗച്ചർ ക്രിയേറ്റ് ചെയ്യുക, അടിക്കുക, പർച്ചേസ് അടിക്കുക, സെയിൽ അടിക്കുക, ബില്ലടിക്കുക. ഇതിനകത്ത് എന്തേ കിട്ടുള്ളൂ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റേ കിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള റിപ്പോർട്ട് ടാലിയിൽ നിന്ന് കിട്ടില്ല. ആ ഒരു റിപ്പോർട്ട് കൊണ്ട് ആർക്കും കാര്യമില്ല. ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയാലാണ് മുതലാളി എടുക്കുമെന്ന് ചോദിക്കാം. നല്ല പ്രോഫിറ്റ് ഉണ്ടല്ലോ, പ്രോഫിറ്റ് എവിടെ? ലാഭം എവിടെ? അപ്പൊ ലാഭം പേപ്പറിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ കഴിയില്ല. അപ്പം ഇന്നെങ്ങനെയാന്നുള്ളത് നമ്മൾ കൃത്യമാണ്. അപ്പം ആ സാധനം വന്നു, ഇനി സെയിൽ ചെയ്യുന്നത് സിംഗിൾ പീസ് ആയിട്ടാണോ, അല്ല പാക്ക് ആയിട്ടാണോ, ബോക്സ് ആയിട്ടാണോ, ബൈ 1 ഗെറ്റ് 1 ആണോ, 1 എടുത്താൽ 2 ഫ്രീ ആണോ, 2 എടുത്താൽ 3 ഫ്രീ ആണോ, ഇതൊക്കെ എന്ത് ചെയ്യണം? അവിടെ സെറ്റ് ചെയ്യണം. അവിടെ നമുക്ക് തുടങ്ങിയിട്ട് ഇത് ഏത് റാക്കിലേക്കാണ് പോകുന്നത്, ഏത് ഗ്രൂപ്പിലേക്കാണ്, ഏത് സ്റ്റോക്കിന്റെ ഐറ്റംസിലേക്കാണ് പോകുന്നത്, ഏത് സ്റ്റോക്കിന്റെ ഗ്രൂപ്പിലേക്കാണ് പോകുന്നത്, അവിടെ പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് വരെയുള്ള റൂട്ട് മാപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അക്കൗണ്ട്സ് റെഡി ആവത്തില്ല. ഇതാണ് പർച്ചേസിന്റെ ഒരു കേസ്. ക്ലിയർ അല്ല? ഇത്രയും കാര്യങ്ങൾ പർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സർ, ഒരു ഡൗട്ട്. സർ, ഈ റെസിപ്റ്റ് നോട്ട് എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഡെലിവറി നോട്ടാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, റെസിപ്റ്റ് നോട്ട്, ഡെലിവറി നോട്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതാ ചോദിച്ചത്. ഈ റെസിപ്റ്റ് നോട്ട് അത് മനസ്സിലായില്ല. റെസിപ്റ്റ് നോട്ട് അതായത് ഉദാഹരണം, ഞാനൊരു 15 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു വിചാരിക്കും. സക്കീന മാഡത്തിന്റെ അടുത്ത് 15 പ്രൊഡക്റ്റ് പർച്ചേസ് ഓർഡർ ഒക്കെ എടുത്ത് ഓർഡർ ചെയ്തു. മാഡം എന്റെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ബില്ല് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് സാധനം ഇറക്കും. അപ്പൊ ഞാൻ റെസിപ്റ്റ് ചെയ്യും. ഇത് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെറിയ സൂപ്പർ മാർക്കറ്റിൽ എന്താ നടക്കുക കഴിഞ്ഞാൽ, പർച്ചേസ് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അവരൊരു ബില്ലടിക്കും, ബില്ലടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവരങ്ങ് പോകും. ഇതാണ് നോർമൽ നമ്മുടെ സിസ്റ്റം ഇല്ലാത്ത സ്ഥാപനത്തിൽ നടക്കുന്ന കേസുകൾ. അതല്ലാത്ത രീതിയിൽ വരികയാണെങ്കിൽ റെസിപ്റ്റ് ചെയ്യുന്നിടത്ത് വെയർ ഹൗസിനകത്ത് ഒരു സ്റ്റോക്ക് കീപ്പർ ഉണ്ടാവും. അയാളുടെ അടുത്തേക്കാണ് ആദ്യം അയാളാണ് റെസിപ്റ്റിന് വെക്കുന്നത്.
അയാൾക്ക് Okay. എത്ര അവിടെ കിട്ടി എന്നുള്ളത് അയാൾ സ്റ്റോക്ക് നോക്കും. ബില്ലിലല്ല കാര്യം, അയാൾക്ക് എന്ത് കിട്ടി. Okay. ഇതാണ് Okay. റെസിപ്റ്റ് നോട്ട്. അപ്പൊ 15 പ്രൊഡക്റ്റും റെസിപ്റ്റ് നോട്ട് അവിടെ വെച്ചു. ആ സ്റ്റോക്ക് കീപ്പറോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെച്ചു. 15 അയാൾ കൃത്യമായിട്ട് എണ്ണി നോക്കി. അപ്പോഴേക്കും പർച്ചേസിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ, സാധനം അവിടെ എത്തിച്ചിട്ടുള്ളൂ. എത്തിയ സമയത്ത് 15 നോക്കുന്ന സമയത്തിൽ 3 ഡിഫക്റ്റീവ് ആണ്, എന്തോ ഒരു കുഴപ്പമുണ്ട്. 3 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതേ വണ്ടി കയറ്റിയിട്ട് വിട്ടോ, ഈ സാധനം എനിക്ക് വേണ്ട എന്നും പറയും. അപ്പൊ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 12 ഉള്ളൂ. ഈ വിട്ട 3 നമ്മൾ റിജക്ഷൻ ഔട്ട് എന്ന് പറയാം. Okay. ക്ലിയർ ആയല്ലോ? റിജക്ഷൻ ഔട്ട്. Okay. ഇനി ബാക്കിയുള്ള 12 നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസിലേക്ക് മാറ്റുന്നത്. ഈ 12 ഇവിടെ റെസിപ്റ്റ് ആയി എന്നുള്ളത് അവിടെ കൊടുക്കും. സ്റ്റോക്ക് കയറ്റുന്നതുകൊണ്ട് പറയും 12 കിട്ടിയത്. ആക്ച്വലി ഓർഡർ 15 ഉണ്ടായിരുന്നു, നമുക്ക് 3 റിജക്ഷൻ ഔട്ടാണ്, ബാക്കിയുള്ള 12 കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ 2 കൂടി ഡിഫക്റ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പർച്ചേസ് സിസ്റ്റത്തിനകത്ത് കയറ്റി, അതുകൊണ്ട് പിന്നെ പർച്ചേസ് റിട്ടേൺ ആണ്. സർ, അതെ, നമ്മൾ അങ്ങനെ പർച്ചേസ് നമ്മൾ സിസ്റ്റത്തിൽ കേട്ടുന്നത് നമുക്ക് വൺസ് ഇൻവോയ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാലേ ചെയ്യുള്ളൂ. അതെ, ഇൻവോയ്സ് റിസീവ് ചെയ്ത് പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ കയറ്റും, ഇല്ലെങ്കിൽ കയറ്റില്ല. ഈ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യണേക്ക് മുമ്പ് നമ്മൾ ഇൻവോയ്സ് റിസീവ് ചെയ്യില്ലേ? പ്രൊഡക്റ്റ് എല്ലാ കേസും ചെയ്യണേ ഇല്ല ചെയ്യില്ല. പ്രൊഡക്റ്റ് റിസീവ് എനിക്കതാണ് എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സ്ഥാനം സിസ്റ്റം ഉള്ള സ്ഥലത്ത് അങ്ങനെ വർക്ക് ചെയ്തില്ല. സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ പോകത്തുള്ളൂ. ഓക്കെ, അതിൽ തന്നെ അതുകൊണ്ടാണ് GST ഇവിടെ നാട്ടിൽ GST-യിലായാലും UAE വാറ്റിനകത്തായാലും ഒരുപാട് ടേംസ് ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പുറത്തല്ലേ ഉള്ളത്? ഇപ്പൊ UAE വാറ്റിനകത്ത് തന്നെ അതിനകത്ത് എങ്ങനെ ചെയ്യണം. ഇപ്പൊ ബില്ലില്ലാതെ സാധനം കൊടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഒരു വാനിലൂടെ സാധനം കൊണ്ടുവരുന്നതിന് വേറൊരു കേസ് ഉണ്ട്, എക്സംഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇവേ ബില്ലിന്റെ എക്സംഷൻ ഉണ്ട്. അതേപോലെ ഈ ഇൻവോയ്സിനും വാൻ സെയിൽസുമായി ബന്ധപ്പെട്ട എക്സംഷൻ. അതിൽ സ്കെഡ്യൂളിൽ 15-16 പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. 15-16 എന്നാണ് അതിന്റെ ഒരു ഓർമ്മ, SGST ആക്ടിൽ. അപ്പം ഇതാണ് അതിന്റെ രീതി. ആദ്യം പർച്ചേസ് ഓർഡർ, റെസിപ്റ്റ് നോട്ട്, റിജക്ഷൻ ഇന്ന്, പർച്ചേസ് റിട്ടേൺ. പർച്ചേസിന്റെ കേസ് ഇത്രയാണ്. ഇനി നേരത്തെ പറഞ്ഞ ഡെലിവറി നോട്ടിന്റെ കാര്യം. സെയിൽസ് എങ്ങനെ ചെയ്യും എന്താണ് ചെയ്യുന്നത്? റൂട്ട് എഴുതി വെച്ചോളാം, നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം ഓരോന്നോരോന്ന് എങ്ങനെയാണെന്നുള്ളത്. സെയിൽസ് ചെയ്യുന്ന സമയത്ത് ആദ്യം കൊട്ടേഷൻ അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ. കൊട്ടേഷൻ അപ്രൂവ് ചെയ്താലാണ് ശരിക്ക് സെയിൽസ് ഓർഡർ ആയിട്ട് മാറുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ കൊട്ടേഷൻ സെയിൽസ് ഓർഡർ എല്ലാം ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പുറത്ത് കൊട്ടേഷൻ വേറെ, സെയിൽസ് ഓർഡർ വേറെ ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒന്നാണ്, കൊട്ടേഷൻ ആയാലും സെയിൽസ് ഓർഡർ. ചിലപ്പോൾ ഇതും ഉണ്ടാവില്ല, ചില ആളുകൾ വാങ്ങി ഓടും, അങ്ങനെയൊക്കെ ചെയ്യും, പല പരിപാടികളും ഉണ്ടാവും. കൊട്ടേഷൻ മുന്നൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്, എൻക്വയറി. എൻക്വയറി ഫോം അതൊക്കെ ഉണ്ട് കേട്ടോ. എൻക്വയറി ഫോം ഒരുപാട് പരിപാടികളുണ്ട്. അക്കൗണ്ട്സിൽ ആദ്യം കൊട്ടേഷൻ അല്ലെങ്കിൽ സെയിൽസ് ഓർഡർ. ഉദാഹരണം, ഞാനിപ്പം സക്കീന മാഡത്തിന് എത്രയോ ഒരു 15 പ്രൊഡക്റ്റ് കൊട്ടേഷൻ അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു, അത് അപ്രൂവ് ആയി, അത് നമ്മൾ ആ സെയിൽസ് ഓർഡർ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സാധനം നമ്മൾ ഡെലിവറി ചെയ്യണം. അവിടെയാണ് ഡെലിവറി നോട്ട് എന്ന് പറയുന്നത്. അതിനാണ് ഡെലിവറി നോട്ട്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി നോട്ട്. ഡെലിവറി ചെയ്ത സമയത്ത് സക്കീന മാഡം 2 എന്തോ ഡിഫക്റ്റ് കണ്ടു, ആ സാധനം തിരിച്ചയച്ചു. ഇതാണ് റിജക്ഷൻ ഇൻ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ സെയിൽസ് നടന്നിട്ടില്ല, റിജക്ഷൻ ഇന്ന്. പിന്നീട് അവർ സെയിൽസ് ആയി, പിന്നീട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധനം വിറ്റുപോകാത്ത കേസ് ഉണ്ടെങ്കിൽ, മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പിന്നീട് വന്നു കഴിഞ്ഞാൽ അത് സെയിൽസ് റിട്ടേൺ ആയിട്ട് മാറും. ഈ രീതിയിൽ പർച്ചേസും സെയിൽസും ഇതിങ്ങനെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. പേയ്മെന്റിനാവട്ടെ, റെസിപ്റ്റിനാവട്ടെ, ഇതൊക്കെ ഒരു സിസ്റ്റമാണ്. ഇതേപോലെയുള്ള സിസ്റ്റങ്ങൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് അത് റാക്കിൽ സെറ്റ് ചെയ്ത് അത് സെയിൽ ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ഓണറോട് ഇരുന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ. പർച്ചേസ് എങ്ങനെയാണ്, ക്രെഡിറ്റ് പോളിസി എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനം ക്രെഡിറ്റ് പോളിസി. ഒരു സാധനത്തിന് ക്രെഡിറ്റ് പോയി കഴിഞ്ഞാൽ എത്രയാണ്, എന്താണ് അതിൻ്റെ പോളിസി, അയാൾ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത്, അയാളുടെ ക്രെഡിറ്റിൻ്റെ ലിമിറ്റ് എത്രയാണ്, ക്രെഡിറ്റിൻ്റെ പീരിയഡ് എത്രയാണ്, ഇതൊക്കെ സെറ്റ് ചെയ്യണം. ഇതൊക്കെ ഇല്ലെങ്കിൽ കടം കണ്ടമാനം പോവും, ഇഷ്ടത്തിലാവും. ക്രെഡിറ്റ് പീരീഡ് നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഫാറൂഖ് ഭായ് സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഫാറൂഖ് ഭായിക്ക് എത്ര ദിവസം ക്രെഡിറ്റ് കൊടുക്കാം, 120 days, എത്ര എമൗണ്ട് കൊടുക്കാം, അത് ഓരോ ദിവസമാണ്. ചില ആളുകൾ 35 days, 45 days,
ഇങ്ങനെയൊക്കെ ഓരോ നോക്കും, ഓരോ അനുസരിച്ചിട്ടാ. ചില സ്ഥലത്ത് സപ്ലയർക്കും ഇതേപോലെ ഉണ്ടാവും കേട്ടോ. സപ്ലയർ ചെയ്യുന്നിടത്തുണ്ടാവും, ഡെപ്റ്റേഴ്സിന്റെ കേസിൽ എല്ലായിടത്തും ഉണ്ടാവും. ക്രെഡിറ്റ് പോളിസി ഇല്ലെങ്കിൽ സ്ഥാപനം കൂപ്പുകുത്തും, സംശയം വേണ്ട. നമുക്കിത് ആൾക്കാരോട് പറയാൻ പറ്റത്തില്ലെന്നേ. ഇപ്പോൾ ഉദാഹരണം ഫാറൂഖ് ഭായിയുടെ ഒരു കേസ്. ഫാറൂഖ് ഭായിക്ക് ഞാൻ 20,000 രൂപയാണ് മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്തെന്നായിരിക്കും. 20,001 രൂപയുടെ ബില്ല് സിസ്റ്റത്തിനകത്ത് അടിക്കാൻ പറ്റത്തില്ല. ഫാറൂഖ് ഭായിയോട് പറയാം, ഈ ബില്ല് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് 20,000 ആണ്. നമ്മൾ മാക്സിമം നമുക്ക് സഹിക്കാൻ പറ്റുന്ന റിസ്ക് നമ്മൾ എടുത്തു 20,000. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ക്രെഡിറ്റ് കൊടുക്കില്ല. ബന്ധങ്ങൾ സംസാരിക്കരുത്, ഇതാണ് സിസ്റ്റം മാത്രമായിരിക്കണം സംസാരിക്കണം. ബന്ധം സംസാരിച്ച് കഴിഞ്ഞാൽ കുടുംബം തെറ്റും. കച്ചവടം നടക്കൂ, ഓൻ അങ്ങനെ ഓൻ്റെ ഒരു കച്ചവടം എന്നൊക്കെ പറഞ്ഞു പോകും. നമുക്ക് ഈ ക്രെഡിറ്റ് ലിമിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റിന്റെ എമൗണ്ട് സെറ്റ് ചെയ്യുന്നതിനും ടാക്ടിക്സ് ഉണ്ട്. അയാൾ എത്ര രൂപയുടെ സാധനം നമ്മളവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു, അതിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു, അതിൻ്റെ ഒക്കെ പെർസെൻറ്റേജ്. ഇതിനാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. അത് ഒരുപാട് പഠിക്കാനുള്ളത്, ലാസ്റ്റ് സെഗ്മെന്റിൽ പറയും. വെറുതെ നമ്മളങ്ങ് സുമാറല്ല. ഫാറൂഖ് ഭായിക്ക് ഒരു 20,000, ആദിന മാഡത്തിന് ഒരു 10,000, പിന്നെ അതേപോലെ ബിനുസ മാഡത്തിന് ഒരു 15,000, അനൂപ് കാക്ക് ഒരു 5,000. ഇതിങ്ങനെ സുമാർ സെറ്റ് ചെയ്യാൻ പാടില്ല. ഇതിനൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സെറ്റ് ചെയ്യാൻ. അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടേക്ക് അവരുടെ പേരിൽ നമുക്ക് ബില്ലടിക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേ എമൗണ്ട് അങ്ങ് അടിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഫാറൂഖ് ഭായിയുടെ കേസ് പറഞ്ഞു, 20,000 രൂപയുടെ മുകളിലോട്ടേക്ക് പോവുകയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യും, ഇനി ബില്ല് സാറേ ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് കഴിഞ്ഞു, 20,000 രൂപയുള്ളൂ, ഇനി ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യണം, ഫാറൂഖ് ഭായ് പേ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബിൽ ടു ബില്ല്, ചില രീതിയിൽ അങ്ങനെയാണ്. ബിൽ ടു ബില്ല്, ഒരു ബില്ല് വെക്കുമ്പോൾ അടുത്ത ബില്ല്. ഇതൊക്കെ എന്ന് തീരുമാനിക്കണം, അക്കൗണ്ട്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഡേ 1 നമ്മൾ കൃത്യമായിട്ടും ആലോചിച്ചുണ്ടാക്കി അതിനനുസരിച്ചുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ പുതുതായിട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തുമ്പോൾ എന്തൊക്കെ ചെയ്യണം? പർച്ചേസിന്റെ കേസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? സെയിൽസിന്റെ കേസ് എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ കൊടുക്കണം. അതിനുശേഷം റെസിപ്റ്റ് നോട്ട് അടിച്ച്, പിന്നെ റിജക്ഷൻ ഔട്ട് വരും, ഗുഡ്സ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ. പിന്നെ അതിനുശേഷമാണ് പർച്ചേസ് ബില്ല് വരുന്നത്. അതിനുശേഷം നമ്മൾ പർച്ചേസ് റിട്ടേൺ അടിക്കും. ഓക്കെ, യൂട്യൂബിൽ ആളുകളൊക്കെ കമന്റ് ചെയ്തോളാം, ഞാൻ അവിടെ നോക്കിക്കോളാം. പറയാൻ കഴിയാത്ത ആളുകളൊക്കെ ചട്ടപ്പെട്ട കമന്റ് ചെയ്യാം, അവിടെ നോക്കിക്കോളാം. അപ്പോൾ എല്ലാവരും ഇന്ററാക്റ്റീവ് ആവണം കേട്ടോ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല, പല സ്ഥലങ്ങളിലായിരിക്കും. വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ വരാൻ വേണ്ടി പറയുന്നില്ലെങ്കിൽ പല സ്ഥലങ്ങളിലായി പോകും. ഇനി സെയിൽസിന്റെ കേസ് എങ്ങനെയാ? കൊട്ടേഷൻ, സെയിൽസ് ഓർഡർ, ഡെലിവറി നോട്ട്, റിജക്ഷൻ ഇന്ന്. ഈ റിജക്ഷൻ ഇന്ന് റിജക്ഷൻ ഔട്ടും സാധാരണ രീതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. റിജക്ഷൻ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സാധനം ഇങ്ങോട്ട് തന്നെ വരിക, ഇൻ. അങ്ങനെ ചിന്തിച്ചാൽ മതി. സെയിൽസിന്റെ കേസിൽ കൊടുത്ത സാധനം സെയിൽ ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ റിജക്ഷൻ ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, അവിടെ നിന്ന് പോയ സാധനം ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നത്, ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് അങ്ങനെ റിജക്ഷൻ ഇന്ന്. മറ്റേത് ഔട്ടും ചിന്തിക്കാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സാധനം കംപ്ലൈന്റ് ആണ്, തിരിച്ച് ഔട്ട്, പുറത്തേക്ക് തന്നെ പോവാം. അപ്പൊ അങ്ങനെ റിജക്ഷൻ ഇന്നും ഔട്ടും ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം, എന്നാൽ മറക്കൂല. അല്ലെ റിജക്ഷൻ ഇന്നും ഔട്ട് ചെയ്താൽ അങ്ങോട്ടും കൺഫ്യൂഷൻ ആവും. ഡെലിവറി എന്നുള്ളത് സ്വാഭാവികമായിട്ടും സെയിൽസ് ആയിരിക്കും ഡെലിവറി ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുന്നത്, ആ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ സെയിൽസ് ഓർഡർ, ഡെലിവറി നോട്ട്, റിജക്ഷൻ, സെയിൽസ്, പിന്നെ നമ്മൾ സിസ്റ്റത്തിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ സെയിൽസ് റിട്ടേൺ ആയിട്ട് വരും. പിന്നെ ക്രെഡിറ്റ് പീരീഡ് സെറ്റ് ചെയ്യാം, പേയ്മെന്റ്. പിന്നെ ഡെപ്റ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ക്രെഡിറ്റ് പീരീഡ് സെറ്റ് ചെയ്യാം. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ കൊടുക്കുന്ന സാധനം പോലെ ഇരിക്കും. നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഈ പീരീഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. റേഷ്യോ അനാലിസിസ് പഠിക്കുമ്പോൾ നോക്കാം നമുക്ക് ലാസ്റ്റ്. ഓക്കെ, അതായത് നല്ല പ്രോഫിറ്റ് കിട്ടുന്നവൻ ഒരു കച്ചവടം ആണെങ്കിൽ നമുക്ക് അവിടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറച്ച് ഹയർ ആക്കി കൊടുക്കാം. കാരണം നമുക്ക് എടുക്കുന്ന റിസ്ക് ആണെങ്കിൽ അത്ര കച്ചവടം നടക്കുമ്പോൾ പ്രോഫിറ്റ് നമുക്ക് കയറി വരുന്നുണ്ടോ, അതൊക്കെ അവിടെ ആ രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അപ്പം ഡെപ്റ്റേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്?
ക്രെഡിറ്റേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ക്രെഡിറ്റേഴ്സിനും ഒരു പോളിസി ഉണ്ടാവും. നല്ല സ്ഥാപനമാണ് നമുക്ക് ഒരു സാധനം തരുന്നെങ്കിൽ, കടത്തിന് തരുന്നെങ്കിൽ സപ്ലയർക്ക് ഒരു പോളിസി ഉണ്ടാവും. ഇന്ന ദിവസം ആ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ടും അവർ കൊടുക്കുന്ന പോസ്റ്റ് ഡേറ്റ് ചെക്ക് ആവട്ടെ, കൊടുക്കുന്ന ചെക്കിന് ആ ഒരു സമയത്തിനനുസരിച്ചിട്ടുള്ള ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ സംഭവിക്കാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്ത പോലെ അവരും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. 20,000 രൂപ ഇയാൾ കൊടുക്കാൻ പാടില്ല കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ടിനകത്ത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അടുത്ത പർച്ചേസ് ചെയ്യുമ്പോൾ മോനെ നോ വേ, അവനും പറയും നിങ്ങളുടെ ലിമിറ്റ് ഓൾറെഡി. അപ്പോൾ അവനക്ക് കൃത്യമായി കൊടുക്കാനുള്ള പോസ്റ്റ് ഡേറ്റ് ചെക്കിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ വേണം. ഇൻ കേസ് തുടക്കത്തിൽ കുറച്ച് നഷ്ടത്തിൽ അല്ലെങ്കിൽ ബാലൻസ് ഷോർട്ട് ആയിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ബാങ്കിൽ ഒരു ഓഡി സംഘടിപ്പിക്കണം. ഓവർ ഡ്രാഫ്റ്റ് ഇല്ലെങ്കിൽ വേറൊരുത്തം കൊണ്ടുപോയി ബാങ്കിൽ ചെക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചെക്ക് ബൗൺസ് ആവും. അതോടുകൂടി പരിപാടി നിൽക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യും, ക്രെഡിറ്റേഴ്സിനെ മാനേജ് ചെയ്യാൻ ശരിക്കും നോക്കണം. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ റിസീവബിൾസ്, പേയബിൾസ് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ഉണ്ട്. റിസീവബിൾസിൽ അവർ നോക്കും, പേയബിൾസ് അവർ നോക്കും. നമ്മളിവിടെ കലക്ക സംഭവത്തെയാണ് എല്ലാം ഒരാൾ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം ശരിക്കും ശ്രദ്ധിക്കണം, അല്ലേ? നമ്മൾ പർച്ചേസ് അടിക്കുന്നവനൊന്നും തന്നെ ആയിരിക്കും, സെയിൽ അടിക്കുന്നവനൊന്നും തന്നെ ആയിരിക്കും, പേയ്മെന്റ് കൊടുക്കുന്നവനും റെസിപ്റ്റ് കൊടുക്കുന്നവനും എല്ലാം ഒരാൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നല്ല പണി പഠിക്കും. ഡെപ്റ്റേഴ്സിനെ മാനേജ് ചെയ്യണം, ക്രെഡിറ്റേഴ്സിനെ മാനേജ് ചെയ്യണം. പേയ്മെന്റുകൾ എങ്ങനെയാണ് പേയ്മെന്റ് പോകുന്നതിനൊരു സിസ്റ്റം ഉണ്ടാക്കണം. എല്ലാം നമ്മൾ തന്നെ കൊടുക്കുന്ന പോലെ പരിപാടി ഉണ്ടാവരുത്. പിന്നീട് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ തലയിൽ സാധനം കയറ്റേണ്ടി വരും. ഉദാഹരണം, റംസീനക്ക് ഞാൻ ഒരു 50,000 രൂപ കൊടുക്കാനുണ്ട്. ഇന്നലെ റംസീന വന്നപ്പോൾ ഞാനൊരു 10,000 രൂപ കൊടുത്തു. നാളെ റംസീന എന്ന് പറയാണ് എനിക്ക് 50,000 രൂപ കിട്ടാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ കുറേയൊക്കെ പിടിച്ചു വെക്കും. ഞാൻ ഇന്നലെ അല്ല നിങ്ങൾക്ക് 10,000, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നില്ല എന്ന് എന്ത് ചെയ്യും? റംസീന പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ വന്നില്ല എന്ന് പറയണം. അപ്പോൾ CCTV നോക്കും, CCTV കംപ്ലൈൻറ്റാ. എന്ത് ചെയ്യും? 50,000 രൂപ ആരും കൊടുക്കേണ്ടി വരും. മനുഷ്യന്മാരെ കൊണ്ട് ഇവിടെ ഇല്ലേ? അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യണം? എങ്ങനെ കൊടുക്കണം? ഇതൊക്കെ മുതലാളിയോട് ആദ്യമേ ചോദിച്ച് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഏതൊക്കെ ട്രാൻസാക്ഷൻസുകളാണ് ഇങ്ങനെ വരിക, അതിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനുള്ള സിസ്റ്റം. ഐഡി പ്രൂഫ് വാങ്ങി സൈൻ ചെയ്യിച്ചിട്ടല്ലേ കൊടുക്കുക? അതിന് സിസ്റ്റം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ ID പ്രൂഫ് വാങ്ങണമെന്നൊന്നുമില്ല. പക്ഷെ അവരെ കൊണ്ട് 3 രീതിയിൽ അവിടെ റിസീവ് ചെയ്യുന്ന ആള് സിഗ്നേച്ചറും പോകുന്ന ആളെ സിഗ്നേച്ചറും എല്ലാ കാര്യങ്ങളും കൊടുക്കുക. അതിനൊരു സിസ്റ്റം ഉണ്ട്. റെസിപ്റ്റ് വൗച്ചറും പേയ്മെന്റ് വൗച്ചറും ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള. ഇല്ല, ഞാൻ വർക്ക് ചെയ്ത കാലം തുടങ്ങി ഞാൻ കണ്ടത് നമ്മൾ റെസിപ്റ്റ് വൗച്ചർ വാങ്ങുമ്പോൾ നമ്മൾ ഇൻവോയ്സ് റെസിപ്റ്റ് വൗച്ചറിൽ നമ്മൾ സൈൻ ചെയ്യും. അതല്ല, അത് കൂടാണ്ട് ഇൻവോയ്സിന്റെ കോപ്പി അല്ലെങ്കിൽ ചെക്ക് കോപ്പി കൊടുക്കുമ്പോൾ ചെക്ക് കോപ്പിയുടെ കൂടെ വെച്ചിട്ട് അവർ ID വെച്ചിട്ട് ഫോട്ടോ കോപ്പി നല്ലതാ. ഗൾഫിൽ പ്രത്യേകിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾ ഏത് മേഖല വർക്ക് ചെയ്യുന്ന സെഗ്മെന്റ് ഏതാ? അക്കൗണ്ട്സ് അല്ല, ഏത് തരത്തിലുള്ള? റിയൽ എസ്റ്റേറ്റ് ആണോ? റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു, ഇപ്പൊ ട്രേഡിംഗ്. റിയൽ എസ്റ്റേറ്റിൽ ഒന്നും കൂടി സ്ട്രോങ് ആണ്. പ്രത്യേകിച്ച് AML CFT ആക്ടുകൾ ഭയങ്കര സ്ട്രോങ് ആണ് റിയൽ എസ്റ്റേറ്റ് മേഖല. ഗൾഫിലെ കാര്യമാണോ? നാട്ടില് ഗൾഫിലെ എല്ലാ ആളുകൾക്കും ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ പോകാൻ. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ്, ഇമ്പോർട്ട് എക്സ്പോർട്ട്, ബാങ്കിങ് കമ്പനികൾ, ഇൻഷുറൻസ് കമ്പനി. ഞാൻ വർക്ക് ചെയ്ത റിയൽ എസ്റ്റേറ്റിൽ ഇതേപോലെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഒരാളറിഞ്ഞു. ഓക്കെ. അവിടെ നിങ്ങൾ തടിയെടുത്തത് നന്നായിട്ടോ. കാരണം ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും പ്രശ്നങ്ങൾ വരും. AML CFT ആക്ട് എന്ന് പറയുന്നത് വെരി സ്ട്രോങ്. ഞാൻ അവിടുന്ന് പോരാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതാ, നിങ്ങൾക്ക് ഒരു 10,000 രൂപ സാലറി തരാന്നുണ്ടെങ്കിലും സിസ്റ്റം എല്ലാത്തടത്തും നിൽക്കാൻ പാടില്ല, കുടുങ്ങിപ്പോവും. സാലറി ഹൈ ആയിരുന്നു, അത് ശരിയാണ്. പക്ഷെ സാലറി ഹൈ, പക്ഷെ സമാധാനം ഉണ്ടാകത്തില്ല. മാത്രമല്ല നമ്മൾ പിടിച്ചുകൊണ്ട് പോകും. കാരണം അതിന്റെ കോമ്പിനേഷൻ ഞാൻ അവിടെ ഒരു എൻട്രി പോലും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റ് കളക്ഷൻ ഏജന്റ് ആയിട്ടാണ്, എന്നിട്ട് സമാധാനം ഉണ്ടാക്കില്ല. ഓക്കെ, അത് ഭയങ്കര തലവേദനയാണ് കറക്റ്റ് അല്ലെങ്കിൽ. പക്ഷെ അപ്പൊ റിസീവബിൾസ് സ്റ്റേറ്റ്മെന്റ് ഒന്നും ക്ലിയർ ആയിരിക്കില്ല അല്ലെ? ഇല്ല, ഞാൻ ചെല്ലണതേ ഒരു മൊത്തം, അതായത് ഒരു സിസ്റ്റത്തിനകത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ക്യാഷ് റിസീവ് ചെയ്തിട്ട് അവർക്ക് ബില്ല് കൊടുത്തിട്ടുണ്ട്, ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ.
അത് മിക്കവാറും IC എത്തുമ്പോഴാണ് ആളെ അക്കൗണ്ടന്റിനെ കൂടി വെക്കണം എന്നും കൂടി ആലോചിക്കുക മുതലാളിമാര്. അതുവരെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ കാര്യങ്ങൾ നടക്കുമ്പോൾ എല്ലാം ഉഷാറായിരിക്കും, പിന്നെയാണ് നിൽക്കുക. അപ്പം അത് അവിടെ പർച്ചേസ് തന്നെ അതിലേക്ക് പോയിരുന്നു. ക്രെഡിറ്റേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ പേയ്മെന്റ് വൗച്ചറുകൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കണം. ഇതൊക്കെ അക്കൗണ്ട്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേപ്പറിലോ മൈൻഡ് മാപ്പിലോ മൈൻഡ് നോഡിലോ ഏതെങ്കിലും ഒരു ആപ്പിനകത്ത് ഇതിന്റെ റൂട്ട് മാപ്പ് മൊത്തം സെറ്റ് ചെയ്തതിന് ശേഷം തുടങ്ങിയാൽ മതി അക്കൗണ്ട്സ്. അല്ലാതെ ഡേ 1-ാം തീയതി തന്നെ അവിടെ കൊണ്ടുപോയിട്ട് എല്ലാ പണിയും തീർക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അല്ല, എന്ന് തീർത്തിട്ടില്ലെങ്കിൽ എന്താ നടക്കുക, അങ്ങനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. അക്കൗണ്ട്സ് കൃത്യമായിട്ട് പറയാം. പിന്നെ അക്കൗണ്ട്സിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, ഇതൊക്കെ ആദ്യം തന്നെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം കേട്ടോ. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ അക്കൗണ്ട്സിന് എന്താ പണി എന്നുള്ള ഒരു ചോദ്യം വരും. വെറുതെ തീർക്കല്ലേ, എന്താ പണി, അവനക്കൊരു പണിയില്ല. ഓൻ എന്നിട്ട് എന്ത് ചെയ്യും, ഓനെ പിടിച്ച് ബില്ലിൽ അങ്ങ് പിടിച്ചെത്തും. ഫസ്റ്റ് ഡേ തന്നെ ചെയ്യണം, ഞാൻ അക്കൗണ്ട്സിലാണ്, ബില്ലിംഗ് അല്ല. ഇവിടെ പണി ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് ആർക്കും പണിനെ കുറിച്ച് ആരും ചിന്തിക്കത്തില്ല. നമ്മൾ ഇരിക്കുന്നത് മാത്രമേ ആളുകൾ കാണത്തുള്ളൂ. എനിബഡി ഹാവ് എനി സിമിലർ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ഇരിക്കുന്നത് മാത്രമേ അതെ കാണത്തുള്ളൂ. അതെ. ആർക്കും എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാനിപ്പോ ലാസ്റ്റ് പോയിരുന്ന സ്ഥലത്ത് ടോട്ടല് 10 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആ അവിടെ 10 ബ്രാഞ്ചിലും ബ്രാഞ്ച് അക്കൗണ്ടൻസ് ഉണ്ട്. ഒരു വർക്കും നടക്കുന്നില്ല. കാരണം റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാഞ്ച് മാനേജർ അതുപോലെ മറ്റുള്ള സ്റ്റാഫുകളൊക്കെ പറയും, ഓൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ കുത്തിരിക്കും, ഓനക്ക് ഒരു പണിയും ഇല്ല. അതന്നെ. അപ്പൊ ഓനെ പിടിച്ച് ബില്ലിങ്ങിൽ ഇടാ, ഓനെ പിടിച്ചിട്ട് സെയിൽസിൽ ഇടാ. ഇതൊക്കെ എന്നിട്ട് കാരണം അവന്റെ പണികൾ മുഴുവൻ അവിടെ കിടക്കും. വർക്ക് സത്യമാണ്. അതെ അതെ. അവന്റെ പണികൾ അവിടെ കിടക്കും. ഇത് ഡേ 1-നകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യണം. അക്കൗണ്ടന്റ് ആണ്, ഇഷ്ടം പോലെ പണികളുണ്ട്, റിപ്പോർട്ട് പ്രിപ്പറേഷൻ ഉണ്ട്. ചിലപ്പോൾ ഓരോ സ്ഥാപനത്തിൽ പോയിട്ടും, അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ 5-6 സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചീഫ് അക്കൗണ്ടന്റ് ആയിട്ടാണെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ട്, റാൻഡം സ്റ്റോക്ക് ചെക്കിങ് നടത്തേണ്ടി വരും. അവിടെ നടക്കുന്ന പേയ്മെന്റുകൾ ക്രോസ് വെരിഫൈ ചെയ്യേണ്ടി വരും. മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഇന്ത്യയിലാണെങ്കിൽ GST ചെയ്യേണ്ടി വരും. പിന്നെ TDSന്റെ കേസുകൾ ഒരുപാട് ഇവിടെ വരുന്നുണ്ടാവും. ഇതിന്റെ ഒക്കെ പണി ആർക്കാണ്? എല്ലാവരും കാണത്തുള്ളൂ ഈ പണി. ഇവൻ വെറുതെ ഇരിക്കുന്ന ഒരു പണി മാത്രമേ ആളുകൾ കാണത്തുള്ളൂ. പക്ഷെ വെറുതെ ഇരിക്കല്ല, നമുക്ക് ഇഷ്ടം പോലെ തലനകത്ത് പണിയുണ്ട്. അപ്പോൾ ഡേ 1-നകത്ത് മുതലാളിയോട് പറയണം, അക്കൗണ്ടന്റ് ആണ്, അത്യാവശ്യം ഈ പറയുന്ന പണികളൊക്കെ തീർക്കാൻ ടൈം എടുക്കും, ഞാൻ ഇവിടെ തന്നെ സീറ്റിലുണ്ടാവുക, ഞാൻ അവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണം. ഇത്രയും പണികൾ കംപ്ലീറ്റ് ആവണം. ഇത് ആയി കഴിഞ്ഞാൽ എനിക്ക് മന്ത്ലി നിങ്ങൾക്ക് റിപ്പോർട്ട് തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീക്കിലി റിപ്പോർട്ട് തരാൻ വേണ്ടി പറ്റുള്ളൂ. ഡെയിലി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ കൗണ്ടറിൽ പോയിരിക്കില്ല എന്ന് പറയണം. അതിന് വേറെ സ്റ്റാഫിന് 2000, 3000, 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഡാറ്റ എൻട്രി വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകൾ കിട്ടും. നമ്മൾ ആ പണി എടുക്കരുത്, ഒരിക്കലും എടുക്കരുത്. അക്കൗണ്ടായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാലറി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഈ പറയുന്ന പണികളൊക്കെ എന്ത് ചെയ്യണം, പറഞ്ഞു നോക്കണം. ക്ലിയർ ആയല്ലോ? നമ്മുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് അവരെ അസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ പണി എന്ത് ചെയ്യണം കുറിച്ച് പറഞ്ഞിരിക്കണം. സെറ്റാണോ? ഇതിങ്ങനെ കുറെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ചോദിച്ച ആൾക്കാരില്ലേ, എന്താ അക്കൗണ്ടന്റ് എന്താ പണി എന്നുള്ളത്? അങ്ങനെ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്ന എത്ര ആളുകൾ ആ ഒരു ചോദ്യം കേട്ടിട്ടുണ്ട്? എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പറയാം മനുഷ്യന്മാരെ, അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്ത എത്ര ആളുകൾ, എന്താ അവന് പണി? ഒരു പണിയില്ല, വെറുതെ ഇരിക്കല. ഈ ചോദ്യം കേട്ട എത്ര ആൾക്കാരുണ്ട്? എന്നോട് ചോദിച്ചാണ്. ഒന്ന് കമന്റ് മനുഷ്യന്മാരെ. ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഒന്ന് സാറേ പിന്നെ ഓക്കെ, കമന്റ് യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ കമന്റ് വരുന്നുണ്ട്. എനിക്ക് തന്നെയാണ്. ഓക്കെ, ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടോ? ആ കൈ പൊന്തിക്കുന്ന ആളുകളൊക്കെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും അക്കൗണ്ട് വർക്ക് ചെയ്താ. ഇത് ഡേ 1-ന് നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ തറപ്പിച്ച് പറയാത്തതിന്റെ കാരണമാണ്. ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താ അറിയോ? മുതലാളിയുടെ വീട്ടിലുള്ള സാധനം വരെ വാങ്ങി കൊടുക്കുന്ന പണിയിൽ വരെ നമ്മളെത്തും. ഒരു സംശയം വേണ്ട. സത്യമാണ്. മുതലാളിയുടെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങി കൊടുക്കുക. കാരണം അവൻ വെറുതെ ഇരിക്കണം. അവനോട് എന്താ ചെയ്യാം, വീട്ടിലേക്കുള്ള സാധനം ഈ വരുമ്പോൾ കൊണ്ടുവരേണ്ടി. ഉച്ചക്ക് വെറുതെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളെ പണിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അത് ഡേ 1-ന് എന്ത് ചെയ്യണം, നമ്മൾ മടിയിൽ. ഇത്രയും കമന്റ് ഉണ്ടല്ലേ നിങ്ങൾ? ഇത്രയും കമന്റ് വരുന്നുണ്ടാ? അപ്പൊ ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നമാണ്. മാർക്കറ്റ് നിങ്ങൾ കാണാൻ പോകുന്ന പ്രശ്നമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കണം, എന്നാലേ നിങ്ങളെ വർക്ക് തീരുള്ളൂ. അതുകൊണ്ടല്ല, എന്നാലേ തീരുള്ളൂ. അതായത് നിങ്ങൾ ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നല്ല പേരെടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും പോയി നിങ്ങൾ ഇടപെടണ്ട. എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പണി തീരൂല. ലാസ്റ്റ് നിങ്ങൾ മാത്രം കുറ്റക്കാരനാണ്. ലാസ്റ്റ് ഈ ചോദ്യം ചോദിക്കുന്ന മുഴുവൻ
ആരോടായിരിക്കും? അക്കൗണ്ടന്റിനോടായിരിക്കും ചോദിക്കുന്നത്. വേറെ ആരോടും ചോദിക്കില്ല. ബാക്കിയുള്ള ആളുകളൊക്കെ കൈമലർത്തിയിട്ട് പോലെ പണിക്ക് പോകും. സെയിൽസ്മാൻ അവന് പണിക്ക് പോകില്ലേ? ഇനി ഞാൻ കൗണ്ടറിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട്, എന്നോട് ആരോട് പോയിരിക്കാൻ പറഞ്ഞേ? അന്നെന്തിനാ ഞാൻ ഏൽപ്പിച്ച? ഇതേ ആള് എന്ത് ചെയ്യും? നേരെ തിരിച്ചു 15,000 രൂപ സാലറി എന്തിനാ തരുന്നത്, അല്ലെങ്കിൽ 20,000 രൂപ സാലറി തരുന്നത്? ഒരു റിപ്പോർട്ടും കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, എത്ര നഷ്ടമുണ്ട് അറിയുന്നില്ല, എന്തിനാ പിന്നെ ഒരു അക്കൗണ്ടന്റിന് ഇവിടെ എന്ന് ഇതേ വായ കൊണ്ട് അയാൾ തിരിച്ചു. ഇതൊക്കെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന കേട്ടോ. നിങ്ങൾ അങ്ങനെ പോയി പെടരുത് എന്നുള്ളത് കൊണ്ടും പ്രീമിയം അക്കൗണ്ടന്റ് ആയിട്ട് വരണം എന്ന് പറയുന്നത് കൊണ്ടും ആണ് ഞാൻ ഇങ്ങനെയൊക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തരുന്നത്. ഇതൊരു ഫ്രഷർ സ്ഥാപനത്തിൽ തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇത് ഇന്നതാണ്, ഇന്ന് ഇത്രയും പണികളുണ്ട്. പിന്നെ അടുത്തത് മുതലാളിയോട് തന്നെ ചോദിക്കാം, ഏതൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് റെക്കറിംഗ് ആയിട്ട് ആവശ്യമുള്ളത്? ഏതൊക്കെ തരത്തിൽ? ഇപ്പൊ ഡെയിലി റിപ്പോർട്ട് വേണോ? ഡെയിലി ക്യാഷ് ബുക്കിന് റിപ്പോർട്ടാണോ വേണ്ടത്? അത് ആർക്ക് കൊടുക്കണം, എന്ന് പോസ്റ്റ് ചെയ്യണം, എപ്പം പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ. ഇപ്പൊ ഇന്ന് കോമൺ ആയിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അന്ന് നടക്കുന്ന ഡീറ്റെയിൽസ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, മുതലാളിമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന പരിപാടി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണോ അത് പറയണം. പക്ഷെ ആ സിസ്റ്റത്തിനകത്ത് എന്ന് 10 മണിക്ക് ആ റിപ്പോർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ 10 മണിക്ക് നിങ്ങൾ ആ റിപ്പോർട്ട് ഇട്ടോളണം. അത് നിർബന്ധമായിട്ട് ഇട്ടോളണം. ഇടണമെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കണം. ഇല്ലെങ്കിൽ രാത്രി 8 മണിയായാലും 9 മണിയായാലും നിങ്ങൾ അപ്പോഴും കമ്പ്യൂട്ടർ മുമ്പിലുണ്ടാവും. അല്ലെങ്കിൽ പണി തീർക്കണം. ഇപ്പോൾ 8 മണിക്കാണെങ്കിൽ 8 മണിക്ക് ഞാൻ എൻ്റെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യും. ഇതിന് ശേഷമുള്ള അക്കൗണ്ട്സ് നാളത്തെ കണക്കിലേക്ക് കയറുള്ളൂ. പറഞ്ഞു വെക്കണം. പറഞ്ഞു വെക്കണം. ഇന്ന് ഇത്രേ നടന്നുള്ളൂ, ബാക്കി 8 മണിക്ക് ശേഷം നടന്ന പിറ്റേ ദിവസത്തെ അക്കൗണ്ട്സിൽ. ഇതൊക്കെ ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ 12 മണിയായാലും 1 മണിയായാലും നിങ്ങളിടന്ന് പോകില്ല. പിറ്റേന്ന് രാവിലെ ഉറക്കവച്ചാടൽ വീണ്ടും വരണ്ടേ? പറഞ്ഞു വെക്കണം. ഡേ 1 പറഞ്ഞു. പുതിയ സ്ഥാപനത്തിൽ കയറുന്ന ആളുകളാണ്. രണ്ടാമത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റിജക്ഷൻ ഉണ്ടാവും. അത് അവിടെ മാനേജ് ചെയ്യേണ്ട എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ രീതിയിൽ എന്ത് ചെയ്യാം, സംഭവം സെറ്റ് ചെയ്യും. ഇപ്പം എന്തൊക്കെയാ പറഞ്ഞു? പർച്ചേസ്, സെയിൽസ്, ഡെപ്റ്റേഴ്സ്, കടക്കാരെ മാനേജ് ചെയ്യുന്ന, ക്രെഡിറ്റേഴ്സിനെ മാനേജ് ചെയ്യുന്നത്, പിന്നെ നമ്മളെ പൊസിഷൻ, പേയ്മെന്റ് പോളിസി, പേയ്മെന്റ് പോളിസി, ക്രെഡിറ്റ് പോളിസി, നമ്മളെ പൊസിഷൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് സെറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ജൂനിയർ അക്കൗണ്ട്സ്. നമ്മുടെ ജൂനിയർ അക്കൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് കൗണ്ടർ ബില്ല്, സെയിൽസ് ബില്ലിൽ ഇരിക്കുന്ന ആളായിരിക്കാം, പർച്ചേസ് കയറ്റുന്നവനായിരിക്കാം, സെയിൽസ് റിട്ടേൺ അടിക്കുന്നവനായിരിക്കാം. ഇവരെന്ത് ചെയ്യണം, ഇവരെല്ലാ ദിവസവും എന്ത് ചെയ്യണം, ഇവരെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. ഉദാഹരണം, ജബീൽ, റീജ മാഡം, ബിനുസ മാഡം, ഇവർ 3 ആളുകളും കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക, സെയിൽസിലടിക്കുന്ന ആളുകൾ. ഇവരുടെ ഈ കൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത് അവർ കൊടുക്കുന്ന ചില്ലറ മുതൽ അവരാ കൗണ്ടറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എങ്ങനെ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെ സംഭവം ചെയ്ത് വന്നിട്ട് പോകണം എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കി വെക്കണം. എന്നാൽ സിസ്റ്റം വർക്ക് ചെയ്തോളാം. ഉദാഹരണം, 11 മണിക്ക് ജബിയിൽ ഇവിടുന്ന് ഒരു 1000 രൂപയുടെ ചില്ലറ എടുത്തിട്ട് പോകും കൗണ്ടറിൽ. ഒരു 11 മണിയാകുമ്പോൾ ജബലിൻ്റെ അക്കൗണ്ടിൽ ജബലിൻ്റെ ID ക്ലോസ് ചെയ്തിട്ട് ഇന്ന രീതിയിൽ ആ റിപ്പോർട്ട് ഇന്ന രീതിയിൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പൈസ ഇന്ന രീതിയിൽ കൊടുക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കി വെക്കാം. ഇത് കറക്റ്റാക്കി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പാവം എക്സ്ട്രാ ടൈം വർക്ക് എടുക്കുകയാണെങ്കിൽ അതിനുള്ള പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവൻ 8 മണി വരെ വർക്ക് എടുത്താലും ഒരേ പൈസ ആയിരിക്കും, 10 മണി വർക്ക് എടുത്താലും ഒരേ പൈസ ആയിരിക്കും, 12 എടുത്താലും ഒരേ പൈസ ആയിരിക്കും. അതുണ്ടാവാൻ പാടില്ല. സിസ്റ്റമാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അല്ലെങ്കിൽ ഓവർ ടൈമിന് എങ്ങനെയാണ് കൊടുക്കണം, അത് നമ്മൾ പേറോളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയാം. അപ്പോൾ പേറോളൊക്കെ ഒന്ന് പോയാൽ ഒരുപാട് അങ്ങ് കടന്നു കയറേണ്ടി വരും. അപ്പം നമ്മുടെ സബോർഡിനേറ്റിന് അവരുടെ ഡ്യൂട്ടി എന്താണ്, അവർ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞുണ്ടാക്കണം. ക്ലിയർ ആയല്ലോ? പിന്നെ അക്കൗണ്ട്സിന്റെ വിവരങ്ങൾ കംപ്ലീറ്റ് മാനേജർമാരോടും കംപ്ലീറ്റ് മുതലാളിമാരോടും ഷെയർ ചെയ്യരുത്. എപ്പോഴും ശ്രദ്ധിക്കണേ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എല്ലാ മാനേജറിനൊക്കെ ഇപ്പം പലപ്പോഴും ഞാൻ ഇന്നലെ കൺസൾട്ടിങ്ങിന് പോയൊരു സ്ഥലത്തുള്ളൊരവസ്ഥ, അവിടുത്തെ സെയിൽസിൽ ഇരിക്കുന്നവനക്ക് അറിയാം അവിടെ എത്ര കച്ചവടം നടക്കുന്നത്, റൂട്ട് പോകുന്നവനക്ക് അറിയാം അവിടെ എത്ര കച്ചവടം നടക്കുന്നത്, ഇവൻ എത്രയാണ്, മുതലാളി എത്ര ഉണ്ട് എന്നുള്ളത് ആർക്കറിയാം, അവിടെ അടിച്ചു എന്ന ചേച്ചിക്കും അറിയാം.
ചേച്ചിക്കൊന്നും ഒരു വില ഇല്ല, കാരണം ഇയാൾ ആകെ തൂഫാനായിന്നുള്ള ചേച്ചിക്കറിയാം. അതുകൊണ്ട് നെവർ എവർ ഒരിക്കലും എന്ത് ചെയ്യരുത്, അക്കൗണ്ട്സിൽ നിന്ന് ഡാറ്റ ലീക്ക് ആവരുത്, ഒരിക്കലും ചെയ്യരുത്. കാരണം മുതലാളിയേക്കാൾ കൂടുതൽ സ്ഥാപനത്തിനെ കുറിച്ച് അറിയുന്ന ആൾ അവിടുത്തെ അക്കൗണ്ടന്റാണ്. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലും നമ്മളവിടെ പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആളൊന്നല്ല, സെയിൽസ്മാൻ ആണ് സ്ഥാപനത്തിലേക്ക് പൈസയും വരുമാനം ഉണ്ടാക്കി കൊണ്ടുവരുന്നെങ്കിലും ഇതിന്റെ എല്ലാ വിവരങ്ങളും പേഴ്സണലി അറിയുന്ന, മുതലാളിയേക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളുങ്ങളാണ്. വിശ്വാസത കാണിക്കണം. ഒരിക്കലും അവിടെ തുടക്കാൻ വരുന്ന ചേച്ചിനോടോ നമ്മളെ അക്കൗണ്ട്സിന് ഇന്നലെ എത്ര കച്ചവടം നടന്നെന്നോ ചേച്ചിക്ക് എത്ര കമ്മീഷൻ കിട്ടിയെന്നോ ഒന്നും നോക്കണ്ട. ചേച്ചിക്ക് ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട്, ആ വർക്ക് ചെയ്യുക, അതിന് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനത്ര ആ പണി ചേച്ചി എടുത്താൽ മതി. ഒരിക്കലും എന്ത് ചെയ്യരുത്. പിന്നെ 3 or 4 പാർട്ട്ണർമാരുണ്ടെങ്കിൽ 3 ആളോടും റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരാളോട് മാത്രം. അതാദ്യമേ ശീലാക്കുക. ഇല്ലെങ്കിൽ മറ്റവൻ അടക്കുന്നുണ്ട്, ഇന്നലെ എന്തായിടാ മറ്റവൻ എന്തായിടാ, നമ്മളങ്ങനെ മൂപ്പിച്ച് ഇവർ കയറ്റും. എന്നിട്ട് അവരെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ ഇതൊക്കെ ഞങ്ങള് കേൾക്കുന്ന കാര്യങ്ങളാട്ടാ. എന്നിട്ട് ഇവര് നമ്മളൊക്കെ കൺസൾട്ടിങ്ങിനൊക്കെ വിളിച്ചിട്ട് ഇവര് 3 ആൾ അങ്ങോട്ട് കൊണ്ടടിയും. ഇങ്ങനെയാണല്ലോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം, എന്തിനാ പറയണ ഇവരോട്? എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ പറയണ സാഹചര്യം ഉണ്ടാക്കുന്ന മുഴുവൻ അക്കൗണ്ടന്റ് ആണ്. റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി, റിപ്പോർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ഡീറ്റെയിൽ പറയണ്ട. അത് ആദ്യം വരെ പറയാം, ഞാൻ ഇന്ന ആൾക്ക് റിപ്പോർട്ട് ചെയ്യുള്ളൂ, വേറെ ആൾക്ക് ഇത് ചെയ്യൂല എന്നുള്ളത്. മുതലാളിമാർ 5 ആൾക്കാരുണ്ടെങ്കിൽ 5 ആൾക്കാർ മുമ്പ് ആദ്യം പറയാം. ആർക്കും പേഴ്സണലി റിപ്പോർട്ട് കൊടുക്കത്തില്ല. ഇന്ന ഗ്രൂപ്പിനകത്ത് ഇടുകയാണെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ഇടും, അല്ലെങ്കിൽ ഇന്ന ആളാണ് റിപ്പോർട്ട് അയച്ചാൽ അവർക്ക് കൊടുക്കും. അതല്ലാത്ത ആളുകൾക്ക് കൊടുക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കും. ഇതൊക്കെ ഡേ 1 ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ചൊറ ഉണ്ടാവില്ല. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ സിസ്റ്റം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവർ റിജക്ഷൻ അടിയും, നമ്മളെ തട്ടും. അവൻ ഇങ്ങനെ പേടിപ്പിക്കാൻ ഇതൊക്കെ കേൾക്കൂട്ടെ നിങ്ങൾ. ഒക്കെ കേൾക്കാതിരിക്കാനാണ് ഡേ 1 പണികൾ പറയുന്നത്. ക്ലിയർ? സെറ്റ് അല്ലേ? അപ്പോൾ ഡെപ്റ്റേഴ്സിനെ മാനേജ് ചെയ്തു, ക്രെഡിറ്റേഴ്സിനെ മാനേജ് ചെയ്തു. റിപ്പോർട്ടിങ് ആർക്ക്, ആരോട്, എങ്ങോട്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഉണ്ടാക്കുക. അതായത് നമ്മുടെ സബോർഡിനേറ്റിനോട് എങ്ങനെ, നമ്മൾ സുപ്പീരിയർ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി സംസാരിക്കണം. എന്തെന്നായാലും സ്ഥാപനത്തിലെ മുതലാളിമാരുമായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അത് CEO ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും. കാരണം അവരുടെ പൈസ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാലത്തോളം അവർക്ക് നമ്മളൊരു ഇഷ്ടം കൂടുതലുണ്ടാവും. അത് വിചാരിച്ചാൽ നമ്മൾ ഫുള്ള് കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട, ഓവർ സ്മാർട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പണിയാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെയുള്ളത് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ GST ഏത് രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം. റെഗുലർ ആണോ, കമ്പോസിഷൻ ആണോ, QRMP ആണോ, അങ്ങനെ നമ്മൾ അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെ റിപ്പോർട്ടുകളാണ്, അപ്പോൾ കമ്പോസിഷൻ സ്കീം ആണെങ്കിൽ 3 മാസത്തിലൊരിക്കൽ മാത്രം ഈ പരിപാടി നോക്കിയാൽ മതി. റെഗുലർ സ്കീം ആണെങ്കിൽ എല്ലാ മാസവും സെയിൽസ് നോക്കണം, പർച്ചേസും മാച്ച് ചെയ്ത് നോക്കണം. ഇങ്ങനെയുള്ള കുറച്ച് പണികൾ. കോംപ്ലിയൻസ്. കമ്പനികളൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ ഇയർലി ഉള്ള KYC ഫോമുകൾ, ക്രെഡിറ്റേഴ്സിൻ്റെ ലോണിൻ്റെ കൊടുക്കുന്ന ഡീറ്റെയിൽസുകൾ, പർച്ചേസ്, സെയിൽസ്, ഡെപ്പോസിറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിയൻസുകളുണ്ട്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ UAE ക്വാർട്ടർലി ഉള്ള അവരുടെ റിട്ടേൺ ഫയലിങ്, കോർപ്പറേറ്റ് ടാക്സിന് അത് ഏതൊക്കെ രീതിയിലാണ് വരിക, AML CFTകൾ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. ആ ഒരു വിഷയം നമ്മൾ സ്റ്റാർട്ട് ആയി. ഇതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ, അവരുടെ റിപ്പോർട്ടിങ്, നമ്മൾ പേറോൾ നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉറപ്പിച്ച് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, എന്നിട്ട് ഇതിനാവശ്യമുള്ള ലെഡ്ജറുകൾ, ഇതിനാവശ്യമുള്ള വൗച്ചറുകൾ, ഇതിനാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. അതല്ലാത്ത രീതിയിൽ ഓരോ സാധനം കിട്ടുമ്പോൾ അപ്പം എഴുതി കഴിഞ്ഞാൽ റിപ്പോർട്ടിനും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഗ്രൂപ്പുകൾ വെച്ചിട്ട് ചെയ്യണം. വൗച്ചറുകൾ, ഡിഫറെൻറ്റ് വൗച്ചറുകൾ ഉണ്ടാക്കി ചെയ്യണം. ടാലിയിലെ ഡിഫോൾട്ട് വൗച്ചർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെയിൽസ് തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ വൗച്ചറുകൾ ഉണ്ടാക്കണം. പുതിയ ആളുകളൊന്നും ഡൗട്ട് ആവുന്നു വേണ്ട കേട്ടോ, നമുക്ക് പഠിക്കുന്ന സമയത്ത് അത് ക്ലിയർ ആക്കി പഠിക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള
ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെഡ്ജറുകൾ, സ്റ്റോക്ക് ഗ്രൂപ്പുകൾ, അക്കൗണ്ട്സ് ഗ്രൂപ്പുകൾ, അക്കൗണ്ട്സ് കാറ്റഗറികൾ, യൂണിറ്റ്, ഓൾട്ടർനേറ്റീവ് യൂണിറ്റ്, ബൈ വൺ ഗെറ്റ് വൺ ആണെങ്കിൽ അത് അങ്ങനെ, അതിന് GST ഉണ്ടെങ്കിൽ അതങ്ങനെ, വാറ്റ് ഉണ്ടെങ്കിൽ അതങ്ങനെ, ഈ രീതിയിൽ സ്റ്റോക്കും കാര്യങ്ങളും നമ്മൾ മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ സംഭവം വർക്കൗട്ട് ആവും. കറക്റ്റായിട്ട് സംഭവം വർക്കൗട്ട് ആവും. അതല്ലാതെ ആദ്യം തന്നെ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ അത് നോക്കട്ടെ, പേപ്പർ നോക്കട്ടെ, ചിടപെടാം, അത് പേപ്പർ ഈ പേപ്പറൊക്കെ ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വൈകുന്നേരം നോക്കുമ്പോൾ കൗണ്ടറിൽ 10,000 രൂപയും നമ്മളെ അക്കൗണ്ട്സിൽ 20,000 രൂപയും ഉണ്ടാവും. കൗണ്ടറിൽ 10,000 രൂപ, നമ്മളെ അക്കൗണ്ട്സിൽ 20,000 രൂപ ഉണ്ടാവും. അല്ലെങ്കിൽ ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ട്. ലക്ഷങ്ങൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സ്ഥാപനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്യാഷിന് ലക്ഷങ്ങൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സ്ഥാപനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും? അതിന് എല്ലാ ദിവസവും അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് മുതലാളിക്ക് കൊടുക്കുന്നുണ്ടാവും. ക്യാഷ് എങ്ങനെയും മൈനസ് ബാലൻസ് കാണിക്കും. 10 പൈസ 20 പൈസ വരെ ആവും. അതിൻ്റെതായത് മൈനസ് ആയിട്ടുള്ളൊരു പൈസ ഉണ്ടാവുമോ? മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡെയിലി റിപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ, 6 ലക്ഷം 7 ലക്ഷം രൂപ മൈനസ് ബാലൻസേ എല്ലാ ദിവസവും മിനിമം റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാ? അങ്ങനെ നടക്കോ? ക്രെഡിറ്റ് ബാലൻസ് വരുമോ? ക്യാഷിന് ക്രെഡിറ്റ് ബാലൻസ് വരുമോ? ഓക്കെ, ഇവരോട് ചോദിച്ചാൽ ഇവര് പറയാം, എന്താ പറയാ, ആദ്യ പഴയ അക്കൗണ്ട്സ് ഒക്കെ എങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് പുതിയ അക്കൗണ്ട്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഇനി നിങ്ങൾ പുതിയൊരു സ്ഥാപനത്തിലേക്ക് പോവാണ്. അവിടെ നിങ്ങളെ വിളിച്ചേക്കുന്നത് സ്ഥാപനം മൊത്തത്തിൽ കോളായി കിടക്കാണ്, ഇതൊന്ന് റെഡിയാക്കി തരണം എന്ന് പറഞ്ഞു വിളിക്കും. കൺസൾട്ടിങ് മേഖലയിൽ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് മേഖലയിലേക്ക് ഇറങ്ങുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ ഫ്രഷറൊക്കെ ആണെങ്കിൽ നിങ്ങളും ഇതേ നിലപാട് ഡേ 1 എടുക്കണം. എന്ത്? ഒരുപാട് പണികൾ അക്കൗണ്ട്സിൽ ചെയ്തെടുക്കാണ്ട് ഈ അക്കൗണ്ട്സ് ഈ രീതിയിലായി കിടക്കുന്നതിന് കാരണം ഇന്നതാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു നോക്കുക. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ പണികളുണ്ട്, ടൈം എടുക്കും, ഇന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അടിച്ചു കയറി അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അവിടെയും മുതലാളി ഒരു ദിവസം പിടിച്ചിരുത്തിയിട്ട് നിങ്ങളെ കിട്ടിയിട്ട് അക്കൗണ്ട്സ് തുടങ്ങുള്ളൂ എന്ന് തന്നെ പറയണം. അയാൾ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചറിയണം. മിക്കവാറും അവിടെയുള്ള സ്ഥാപനം റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും. അവിടെയുള്ള അക്കൗണ്ട്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോണമെന്നില്ല. ഇപ്പോൾ ടാലിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവരാൻ നോക്കാം. പഴയത് അവിടെ സ്റ്റോപ്പ് ചെയ്ത ഉദാഹരണം, ഇപ്പോൾ നമ്മൾ 2024-25 ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ജൂലൈ അല്ല ഒക്ടോബർ അല്ലേ? ഇത് ഒക്ടോബർ മാസമല്ലേ? 24-25 ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ ഇന്നത്തെ ദിവസം പോയി അക്കൗണ്ട്സിൽ നോക്കുമ്പോൾ അക്കൗണ്ട്സ് മൊത്തത്തിൽ കോളായി കിടക്കുകയാണെങ്കിൽ ഈ സ്ഥാപനം തുടങ്ങിയത് 2013 തുടങ്ങിയതെന്ന് വിചാരിച്ചോളി. നമ്മൾ സ്ഥാപനം 2013 മുതലുള്ള അക്കൗണ്ട്സ് നിങ്ങൾ നന്നാക്കാൻ നിൽക്കണ്ട. നിങ്ങളെ കൊണ്ടല്ല, ആരെ കൊണ്ട് കൂട്ടിയാലും കൂടൂല. 2013 ആയിക്കോട്ടെ, 2013 നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാം? 2024 1 ഏപ്രിൽ 2024 മുതൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ അക്കൗണ്ട്സ് ആദ്യം ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ 1/4/2024 ബാങ്കിൽ അല്ല നമ്മൾ ക്യാഷിൽ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിനെ ഡെബിറ്റ് ബാലൻസ് ആക്കിയിട്ട് അവിടെ നിന്ന് വലിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ക്ലിയർ ആയോ? ആ ഒരു ഫിനാൻഷ്യൽ ഇയർ റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് സമയം സൗകര്യം ഉണ്ടെങ്കിൽ 23-24 പിന്നീട് റെഡിയാക്കാം. പിന്നീട് സമയം ഉണ്ടെങ്കിൽ 22-23 റെഡിയാക്കാം. പക്ഷേ ഇവരുടെ റെഡിയാക്കുന്ന സമയത്തൊക്കെ പറയണം, കമ്പനി ട്രാക്കിൽ ഏത് കമ്പനി ട്രാക്ക് കൊണ്ടുവരാൻ പറ്റും, എത്ര പൊട്ടി പൊളിഞ്ഞാലും ട്രാക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പറയണം 100% ക്ലിയർ ആയിരിക്കില്ല എന്നുള്ളത് നമ്മൾ പറയണം. എന്തുകൊണ്ടാണ് 100% ക്ലിയർ ആവാത്തെ? എന്തുകൊണ്ടാണ് 100% ക്ലിയർ ആവാത്തെ? ഡാറ്റാസ് കംപ്ലീറ്റ് എന്തുകൊണ്ടായിരിക്കും 100% പ്രീവിയസ് ഡാറ്റ നമ്മളടുത്ത് ഉണ്ടാവില്ലേ? പ്രീവിയസ് ഡാറ്റ 100% ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് അക്കൗണ്ട്സ് അങ്ങനെ ആയത്. നമുക്ക് ചിലത് അസംഷൻ ബേസിൽ നമ്മൾ ചിലത് ചെയ്യേണ്ടി വരും. അസംഷൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ?
ഉം, സർ ഒരു ഡൗട്ട്. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഉം, ഈവൻ നമുക്ക് പ്രീവിയസ് ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല. അപ്പൊ ഉം. എങ്ങനെയാ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ അവിടെയുള്ള ഡാറ്റ വെച്ച് ചെയ്യേണ്ടി വരും. ഉദാഹരണം, ഫിക്സഡ് അസറ്റിന് ഒരു കേസ് എടുക്കാം. ഫിക്സഡ് അസറ്റിന് ഒരു കേസ് എടുക്കാം. ഫിക്സഡ് അസറ്റ് ആണ്. എ സിക്ക് എത്ര വിലയുണ്ടെന്ന് നമുക്കറിയാം. ബില്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഏകദേശം വില ഇടേണ്ടി വരും, മാർക്കറ്റ് വില. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല അവിടെ. എന്നിട്ട് നമ്മൾ 13 റിപ്പോർട്ട് വർഷത്തെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും ഇന്ന സാധനങ്ങൾ ഇന്ന ഇല്ലാത്തതുകൊണ്ട് അസംഷൻ ബേസിൽ അസംഷൻ എന്ന് പറഞ്ഞ വേറെ സംഭവം ഉണ്ട്. അതിനൊരു സംഭവം ഉണ്ട്. അസംഷൻ ബേസിൽ ഇന്ന രീതിയിൽ ഇട്ടത്. അതിന്റെ റിസ്ക് അവരെ കൊണ്ട് തന്നെ എഴുതി സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം അവിടെ നിന്ന് തുടങ്ങാൻ. സർ ഒരു ഡാറ്റ ഇരിക്കുന്ന ഇല്ലാത്തതുകൊണ്ട്. ഫിക്സഡ് അസറ്റ്സുകളെല്ലാം ഒരുപാട് പഴയതാണ്. കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ഓൾമോസ്റ്റ് ഡിപ്രീസിയേഷൻ കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Okay. അപ്പൊ അതിനനുസരിച്ച് അതിന് അങ്ങോട്ടേക്കുള്ള ഒരു കാലാവധി നമ്മൾ എടുക്കാം. ഒന്നെങ്കിൽ ആ കമ്പനിയുടെ സാധനം നമ്മൾ മാർക്കറ്റിൽ സെർച്ച് ചെയ്യാം, അതിനെന്ത് വില വരുന്നു നോക്കാം, അതിനൊരു അടിച്ചു അതിനൊരു പോകാൻ പുതുജീവൻ പറ്റുകയാണെങ്കിൽ ഒരു നൽകാം. ഡിമിനിഷിങ് ഫാറ്റ് ലൈറ്റിൽ ആ സാധനം ഇട്ടിട്ട് ആ ബാലൻസ് അതിനിട്ട് കാണിക്കാം. ഡെഡ് ആയത് ഒരു പുതുജീവൻ നൽകാൻ എങ്ങനെ? ഒരു വാല്യൂ ഇല്ല അല്ലേ? എന്തായിരുന്നു? ഒരു പുതിയ ജീവൻ നൽകാൻ ഡെഡ് ആയതൊക്കെ കഴിഞ്ഞതൊക്കെ സ്ക്രാപ്പ് വാല്യൂ ഒക്കെ വന്നത്. അതെ. അപ്പം മിക്കവാറും ഇങ്ങനത്തെ കമ്പനികൾ ഉണ്ടാവും കേട്ടോ. കാരണം ഇവരെ നമുക്ക് ഇത്തരം ചില കമ്പനികളിൽ നിന്ന് നമുക്ക് കിട്ടുക എന്താണെന്നറിയോ? അന്ന് മുതലുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചിലപ്പം കിട്ടും. അത് മാത്രമായിരിക്കും കറക്റ്റ് ഉള്ളൊരു സാധനം, ബാക്കിയെല്ലാം മോശമായിരിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് ബാങ്കുകാരെ എൻ്റർ ചെയ്യുമല്ലോ. അതുകൊണ്ട് ആ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റയിൽ ഒരു കാരണവശാലും ഒരു പിഴവും സംഭവിക്കരുത്. ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടുന്ന ഒന്നുകിൽ കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, ഫോൺ ബില്ല്, പിന്നെ ബാങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിൽ നമ്മൾ ഒരു അസംഷനും നടക്കാൻ പോകുന്നില്ല. നടത്തരുത്, അത് പണിയാവും. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് റിസ്ക് ഫാക്ടർ വെച്ചിട്ട് പറയാം. ഉദാഹരണം, എന്റെ ബാങ്കിനകത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ പരിപാടി നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇന്ന് മുതലുള്ള അക്കൗണ്ട് റെഡിയാക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. കഴിഞ്ഞതിന്റെ ബാങ്കിൽ വരുന്ന ഒരു സംഭവം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ബാങ്കിലൂടെ കളിക്കൊണ്ടേണ്ടി വരും, നമ്മൾ മറുപടി പറയേണ്ടി വരും, ഉറപ്പായിട്ടും പറയേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടി വരും. അപ്പൊ ബാങ്ക് ഇന്ന രീതിയിൽ, ഇനി അത് മുതലാളി അറിയാതെ നോക്കിയേ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം. ഇല്ലെങ്കിൽ നാളെ ഇങ്ങനെ തലയിൽ വെക്കേണ്ടി വരും. ഇതിനൊരു കുഴപ്പമില്ല, ഇതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാൽ അയാൾ സൈൻ ചെയ്തോട്ടെ. ഇയാൾക്ക് ആരും പാർട്ട്ണർമാരുണ്ടാവും, ഇത് പൊട്ടിപ്പൊളിഞ്ഞ ആ അക്കൗണ്ടന്റ് ചെയ്താന്ന് പറയും. അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആര് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വാങ്ങിയിട്ട് മുമ്പോട്ട് പോകാം. നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആവും എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ. അതിന് കുറച്ച് റൂൾസും കുറച്ച് ലോ നമുക്ക് അറിയണം. ഇപ്പൊ UA VAT ആണെങ്കിലും നാട്ടിലെടുക്കുന്ന GST ആണെങ്കിലും 100% അറിഞ്ഞോണമെന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു കൺസൾട്ടന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ധാരണയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ എപ്പോഴും. ഓക്കെ. അപ്പം തീരെ അക്കൗണ്ട്സ് ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ ബോസിനോട് ചോദിച്ചിട്ട് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇന്ന രീതിയിലൊക്കെയാണ് നടക്കുക, ഇന്ന രീതിയിൽ പർച്ചേസും സെയിൽസും ഇന്ന രീതിയിലൊക്കെ ഈ റൂട്ട് വഴി ആയിരിക്കും പോകുന്നുണ്ടാവുക. സ്റ്റോക്ക് ചെക്കിങ്ങിന് ഇന്ന രീതിയിലൊരു സംഭവം ഉണ്ടാവും. റാൻഡം സ്റ്റോക്ക് ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മുതലാളിയോട് ഓക്കെ പറഞ്ഞ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ട് സമ്മേളനം വിളിക്കണം. പുതിയൊരു അക്കൗണ്ടന്റ് ചാർജ് എടുത്തിട്ടുണ്ട്, ഇന്ന രീതിയിലൊക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യാം, അതിന്റെ കംപ്ലീറ്റ് സാധനം ആർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ സമ്മേളനം വിളിച്ചിട്ട് പറയണം. അങ്ങനെ തന്നെ പറയണം. അത് അയാളോട് തന്നെ പറയാൻ നിങ്ങൾ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അയാളോട് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് പഴയ അക്കൗണ്ടന്റ് പോയിട്ടുണ്ടെങ്കിൽ അവനെ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ അടുത്ത് ഫുള്ള് ഹാൻഡ് ഓവർ ചെയ്യിപ്പിക്കണം. ആ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പോയാലും ഒറ്റ പോക്കുമല്ല, പിന്നെ വിളിച്ചെടുക്കാത്ത അങ്ങനത്തെ പരിപാടിയല്ല. ഒരു അക്കൗണ്ടന്റിനെ അങ്ങനെ വിടാൻ പാടില്ല. പഴയ അവന്റെ എല്ലാ റിപ്പോർട്ടും കയ്യിൽ വെച്ചിട്ട് അവൻ ചെയ്ത എല്ലാ കുരുത്തക്കേടും ഓക്കെ ആക്കിയിട്ട് അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് വേണം വിടാൻ. ഇല്ലെങ്കിൽ ആ പണി നമ്മൾ എടുക്കേണ്ടി വരും. മിക്കവാറും സാമത്ത് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴെന്താ പറയാ, മുമ്പത്തെ അക്കൗണ്ടന്റ് അങ്ങനെ ചെയ്ത്, മുമ്പത്തെ അക്കൗണ്ടന്റ് അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്തെന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓന്റെ അലയിലാണ്. എല്ലാം മുന്നത്തെ അക്കൗണ്ടന്റ്
ഇത് റെഡി ആവില്ല, മുന്നത്തെ അക്കൗണ്ടന്റ്. അപ്പൊ മുന്നത്തെ അക്കൗണ്ടന്റ് ഏത് വരെ എന്ത് ചെയ്തു എന്നുള്ളത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ അതിനുണ്ട് ബ്ലൂ പ്രിന്റ് എന്ന് പറയും. നമ്മൾ ഉണ്ടാക്കുക പഴയ അക്കൗണ്ടന്റ് ഇങ്ങനെ ആയിരിക്കും, പഴയ അക്കൗണ്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അത് നമ്മൾ ഉറപ്പിക്കാം. ഞാൻ ഇവിടുന്ന് ഇന്ന സ്ഥലത്ത് മുതൽ ഇന്ന സ്ഥലം മുതലാണ് തുടങ്ങുന്നത് എന്നുള്ളത് പറഞ്ഞു നോക്കാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ പുതിയ സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സിസ്റ്റം കൊണ്ടുവരണം. പഴയ അക്കൗണ്ടന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ഡാറ്റ ആ രീതിയിൽ നമ്മൾ വാങ്ങണം. പഴയ അക്കൗണ്ടന്റ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കുറച്ച് സമയം അവൻ്റെ ഒന്ന് കേൾക്കാൻ റെഡി ആവണം. അപ്പോൾ അവിടെ നടക്കുന്ന സിസ്റ്റത്തിനെ കുറിച്ചും, അവിടെ കമ്പനി പോകുന്ന ഒരാൾ എന്തായാലും കമ്പനിയെ കുറിച്ച് മോശമേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ അടുത്ത് കുറേ ഡാറ്റ കിട്ടും, എങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്ന സിസ്റ്റം, നമുക്ക് എവിടെയൊക്കെ രീതിയിൽ കൊള്ളിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവൻ്റെ അടുത്ത് പഠിക്കണം. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് മുതൽ റെഡിയാക്കി തുടങ്ങിക്കൊണ്ടുവരും. ഫസ്റ്റ് റെഡിയാക്കണ പരിപാടി ബാങ്ക് അക്കൗണ്ടാണ്. ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഓരോ ദിവസം സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും എമൗണ്ട് എങ്ങോട്ടേക്ക് പോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അക്കൗണ്ട്സിന് പതുക്കെ ഒരു രൂപം വരും. ഉറപ്പായിട്ട് രൂപം വരും. കാരണം മിക്കവാറും ട്രാൻസാക്ഷൻ ബാങ്ക് വഴിയല്ല നടത്തുക. ഈ ബാങ്കിൽ കൊടുക്കുന്ന പേയ്മെന്റ് റെസീപ്റ്റ്സുകൾ, അവിടെ വാങ്ങിയ സാധനങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് അക്കൗണ്ട്സ് ഇങ്ങനെ പോകുന്ന ഒരു അക്കൗണ്ട്സിന് ഒരു രൂപം, മനുഷ്യരൂപം പോലെ ഇങ്ങനെ ഉണ്ടായി വരും. പിന്നീട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കാം. ഉദാഹരണം, 2 ലക്ഷം രൂപ ഇന്ന സംഭവത്തിന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കൊടുത്തത് ബാങ്കിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് 2 ലക്ഷം രൂപ അതിന് ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ കൊടുത്തതിന് മുതലാളിക്ക് എന്തെങ്കിലും അതിനകത്തൊരു അഭിപ്രായം പറയാനുണ്ടാവും. ഒന്നും ഇല്ലാത്തടത്ത് വെള്ളത്തിൽ നമുക്ക് വരയ്ക്കാൻ കഴിയില്ലല്ലോ. ഒരു പിക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അങ്ങ് വലിച്ച് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. പിന്നീട് അടുത്ത പണി, ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും വിളിച്ചിട്ട് അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നിലവിലെ നമ്മളെ അക്കൗണ്ട്സ് ആയിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണിയാട്ടോ. ഇതൊക്കെ ചെയ്യണം. ഡെപ്റ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും സ്റ്റേറ്റ്മെന്റ് വിളിപ്പിക്കാം. സപ്ലൈസിന്റെ അടുത്ത് എന്തായാലും സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്നിട്ട് വിളിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും നമ്മളെ അടുത്ത് അക്കൗണ്ട്സ് ഇല്ല എന്നുള്ള രീതിയിൽ വിളിക്കരുത്. ഹലോ, നമ്മളെ അടുത്ത് അക്കൗണ്ട്സ് ഇല്ല എന്നുള്ള രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ചെറിയ ധാരണ ഉള്ളവൻ എന്ത് ചെയ്യും? ഇല്ലാത്ത സാധനം അടിച്ച് കയറ്റി വരും. ഇതൊക്കെ മാർക്കറ്റിൽ കാണുന്ന സാധനങ്ങളാട്ടോ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അവര് സ്റ്റേറ്റ്മെന്റ് ചോദിക്കുക, അതായത് വിളിക്കാം, നമ്മളെ അക്കൗണ്ട്സ് ഒന്ന് ഓഡിറ്റിംഗ് വേണ്ടിയിട്ട് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ അക്കൗണ്ട്സ് 100% ഓക്കെയാണ്, പക്ഷെ നിങ്ങളത് നമ്മളത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ കൊണ്ടുവരാൻ. ഇല്ലാതെ മിക്കവാറും സ്ഥാപനമൊക്കെ പറയും ഒരു ഇതില്ല, നിങ്ങളെ അക്കൗണ്ട്സ് എത്ര കിട്ടാനുള്ളത്, അവരോട് തന്നെ ചോദിക്കും എത്രയുള്ളത്, നമ്മളതിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങളതിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മളെ സ്വയം പല്ല് കുത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ 100% ഓക്കെയാണ്. അപ്പോൾ അവരെ അക്കൗണ്ട്സ് കിട്ടും, അവരെ പർച്ചേസ്, അവരെ സെയിൽസ്. ഇതിൽ എന്തെങ്കിലും ഉടായ്പ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മളെ വാറ്റ് റിട്ടേണിൽ പോയി കഴിഞ്ഞാൽ കിട്ടും, GSTന്റെ റിട്ടേണിൽ പോയി കഴിഞ്ഞാലും കിട്ടും. ഇപ്പം മിക്കവാറും എല്ലാവരും GSTയും വാറ്റൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റിപ്പോർട്ട് കറക്റ്റായിട്ട് കിട്ടും. അവരുടെ പേയ്മെന്റിന്റെ ഡീറ്റെയിലും അതിനകത്ത് കിട്ടും. എന്നിട്ട് എല്ലാ അക്കൗണ്ട്സുകളും റെസിവബിൾസും പേയബിൾസും ഇതേപോലെ ക്ലിയർ ആക്കണം. പേയബിൾസും റെസിവബിൾസും ബാങ്കും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട്സിന്റെ ഒരു 90% പണി കഴിഞ്ഞു. പിന്നീട് അതിന് മുകളിൽ നമുക്ക് വേറെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് അന്നന്ന് നടക്കുന്ന റിപ്പോർട്ടുകൾ പരമാവധി അന്ന് തന്നെ സുപ്പീരിയർ അതോറിറ്റിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ എക്സലിൽ ഒരു രീതി ഉണ്ടാക്കാം. ഇന്നത്തെ ക്യാഷ് എത്ര, ഇന്നത്തെ ബാങ്ക് ബാലൻസ് എത്ര, ഇന്ന് പേയ്മെന്റ് കൊടുത്ത എത്ര, ഇന്ന് റെസിപ്റ്റ് എത്ര, ബാക്കി എത്ര എന്നുള്ള രീതിയിലുള്ള നാടൻ കണക്ക് വേണമെങ്കിൽ ഡെയിലി ആർക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം, ഇവർക്ക് ഇട്ടുകൊടുക്കാം ഡെയിലി. എന്നാൽ പിന്നീട് കുറേയൊക്കെ പ്രശ്നങ്ങൾ നിൽക്കും. ഇപ്പോൾ ഡെയിലി കണക്ക് കിട്ടുമ്പോൾ മുതലാളിമാരുടെ പ്രഷറും എല്ലാവരും നമുക്ക് എന്ത് ചെയ്യും? പതുക്കെ കുറഞ്ഞു വരും. ഇതാണ് എക്സിസ്റ്റിംഗ് കമ്പനിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവിടെ ആയിട്ട് ഇരുന്ന് സംസാരിക്കാം, സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാം, പിന്നെ പഴയ ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ ബാലൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളെ തലയിലേക്ക് വെക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ആരാണോ ഇത് ഏറ്റെടുക്കുന്നത് അവൻ്റെ തലയിൽ കയറ്റിയിടാം. ഇനി ഒരാളും കേൾക്കാൻ റെഡി അല്ലെങ്കിൽ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക, ഇത്ര രൂപക്ക് തലയും വാലും ഇല്ല എന്നുള്ളത്. മുതലാളി പറയുന്നത് എനിക്കൊക്കെ അല്ലെങ്കിൽ എൻ്റെ കണക്ക് പ്രകാരം ഇത്ര ലക്ഷം രൂപ ഷോർട്ടാണ്, പിന്നെ ഓല് തീർത്തോട്ടെ, അല്ലെങ്കിൽ ഈ ഷോട്ട് നിങ്ങളുടെ തലയ്ക്ക് വരും.
അക്കൗണ്ടന്റ് എടുത്തു എന്നൊക്കെ പറയും കുറച്ച് കഴിഞ്ഞാല്. നല്ല പൈസ ഉണ്ടായ കമ്പനി അക്കൗണ്ടന്റ് ഇടക്കിടക്ക് ഇങ്ങനെ അക്കൗണ്ടന്റ് ആയതിനു ശേഷമാണ് ഫുള്ള് വലിയാൻ തുടങ്ങിയത്. പൈസ ഇല്ല ഇതൊക്കെ പറയും. ഇതൊക്കെ പറയുന്നതിന് നമ്മള് കണ്ടതിൽ ഇത്ര 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 സംഭവം ഇന്ന രീതിയിലാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, കൃത്യമായിട്ടും പറഞ്ഞ് റിപ്പോർട്ടാക്കിയിട്ട് അവിടെ നിന്ന് മുതൽ എന്ത് ചെയ്യാം, നമ്മളെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് സിസ്റ്റത്തിനകത്ത് പോവാം. സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇന്ന രീതി ഉണ്ടാക്കിയിട്ട് സിസ്റ്റം ഇന്ന ആളുകൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന നമ്മളെ റിജക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് തടിയെടുക്കാം. ആ സ്ഥലം നമുക്കുള്ളതല്ല. മനസ്സിലായില്ലേ? ഫാമിലി ബിസിനസ്സുകളിലൊക്കെ അധികം ഇങ്ങനത്തെ കേസുകൾ വരാറുണ്ട്. ഫാമിലി ബിസിനസ്സിലൊക്കെ അധികം തലയിടാതൊക്കെ നല്ലേ. നന്നായിട്ട് ഫാമിലിയൊക്കെ ബിസിനസ് വന്ന് ബാപ്പയും അളാപ്പയും മൂത്താപ്പയും മരുവനും എളാപ്പാൻ്റെ മോനും എല്ലാവരും പാടെ കൂടിയിട്ട് മാനേജ്മെന്റ് ലെവലിൽ നടത്തുന്ന പരിപാടി ഉണ്ടാവും. അങ്ങനത്തെ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഗ്യാപ്പ് കിട്ടണമെങ്കിൽ അവിടെ നിന്ന് തെറിക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ ഒന്നും വർക്ക് ചെയ്യില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും വലിക്കാനുള്ള ഒരു ഗ്യാപ്പ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതൊന്നും നമ്മളായിട്ട് അലൈൻ ചെയ്ത് പോവില്ല. അത്തരം ബിസിനസ്സുകളിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു ഉപദേശം തരികയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എളാപ്പയും മൂത്താപ്പയും മരോനും എളാപ്പയൊക്കെ പാടെ കൂടിയിട്ട് മാനേജ്മെന്റ് ചെയ്യുന്ന നടക്കുന്ന സ്ഥാപനമല്ലേ, അവിടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ ഒരു സാധ്യതയില്ല. എന്നാലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും കേട്ടോ. ആദ്യം മുതലേ ഒരു നല്ലൊരു കൺസൾട്ടന്റ് അടുത്ത് പോയിട്ട് ഇന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ റെഡി ആവും. എന്നിട്ട് നമ്മൾ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സ് ചെയ്യാൻ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സാധാരണ രീതിയിൽ കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ടാലി വേണമെങ്കിൽ പറയാം. ടാലി പറയാം. ഇന്നിപ്പോൾ ഗൾഫിലേക്ക് ഇന്റർവ്യൂക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ഒരുപാട് ആളുകളുടെ അടുത്ത് എല്ലാവരും നല്ലൊരു ശതമാനം ആളുകൾ SAP ഹാന തുടങ്ങിയിട്ടുള്ള SAPയുടെ ഭയങ്കര കോഴ്സ് പഠിച്ച ആളുകളുണ്ട്. ഒന്നും പറയാനില്ല, എനിക്ക് ഒരാളെയും പ്ലേസ് ചെയ്യാൻ കഴിയില്ല. SAP നല്ല കോഴ്സാണ്, നല്ല സോഫ്റ്റ്വെയർ ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ അങ്ങനത്തെ കമ്പനികൾ വളരെ കുറവാണ്. അല്ലേ സക്കീന മാഡം? സത്യമല്ലേ? SAP വളരെ ഉഷാറായിട്ട് പഠിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് നാട്ടിൽ പഠിക്കുന്ന ആളുകളുണ്ട്. ഞാൻ SAP ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പേഴ്സണലി പറയാം, നിങ്ങൾ ആരെയും പ്ലേസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഭയങ്കര പരസ്യമാണ് SAP. ഒരു കമ്പനിയെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞല്ല കേട്ടോ. അത് ചെയ്ത് കോഴ്സ് മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ജോലി കിട്ടാൻ ചാൻസ് കുറവാണ്. നല്ല ഞാൻ കൺസൾട്ടിങ് ലെവലിൽ പഠിപ്പിക്കുന്ന ആളൊക്കെ തന്നെയാണ്. ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. സോഹോ അല്ലെങ്കിൽ ക്യൂബിലേക്ക് എല്ലാവരും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടാൻ ചാൻസ് ഉള്ള സാധനം ഒന്നെങ്കിൽ ഓഡോ അല്ലെങ്കിൽ സോഹോ. ഓഡോ നല്ല സോഫ്റ്റ്വെയർ ആണ്. ഓഡോ ഗൾഫിൽ നന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കൺസൾട്ടിങ് ലെവലിലൊക്കെ. ഇന്നത്തെ ഇന്റർവ്യൂവിൽ ചോദിച്ചിരിക്കുന്നത് ഓഡോ സോഫ്റ്റ്വെയർ ആണ് ചോദിക്കുന്നത്. ഓഡോ നിങ്ങൾ പഠിപ്പിക്കണ്ട? ഞാൻ പഠിപ്പിക്കുന്നില്ല. ഓഡോയിൽ ഞാൻ ഇതുവരെ കൈ വെച്ചിട്ടില്ല. പക്ഷെ ഓഡോയില് ഭയങ്കര റിക്വയർമെന്റ് ആണ്. ക്യൂബി ഉണ്ട്, കുഴപ്പമില്ല. ക്യൂബിന്ന് ആളുകൾ സ്വിച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ഇത് സോഹോയിലേക്ക് ഭയങ്കര സ്വിച്ചിങ് ഇപ്പൊ നടക്കുന്നത്. ടാലിന്ന് എല്ലാവരും ക്യൂബിലേക്ക് സ്വിച്ച് ആവുന്നുണ്ട്. അതായത് നാട്ടിലുള്ള ഓൾമോസ്റ്റ് സാധനം ക്വിക്ക് ബുക്ക്, PH3 ഇങ്ങനെയുള്ള സാധനങ്ങൾ നോക്കുക. ഇവർ ഇപ്പൊ സപ്പോർട്ടിങ് കുറച്ച് കുറവായതുകൊണ്ട് സോഹോയിലേക്ക് ഒരുപാട് ആളുകൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്. സോഹോയിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. നമുക്ക് ഏത് കമ്പനി ആണെങ്കിലും അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങൾ അതിനകത്തുണ്ട്. ഉദാഹരണം, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ സോഹോ ക്രിയേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ, ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ സോഹോ ക്രിയേറ്റർ ഉപയോഗിക്കാം. സ്റ്റോക്ക് മാനേജ് ചെയ്യാണ് ഇൻവെന്ററി മാനേജ്മെന്റ് ഉപയോഗിക്കാം. കസ്റ്റമറെ മാനേജ് ചെയ്യാണ് സോഹോ CRM ഉപയോഗിക്കാം. ഒരു മീറ്റിംഗ് കൂടണമെങ്കിൽ സോഹോ മീറ്റിംഗ് ഉപയോഗിക്കാം. എല്ലാ സാധനങ്ങളും അവരെ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. ഒന്നുകൂടിയും പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഏത് രാജ്യത്തും എവിടെ നിന്ന് ഉപയോഗിക്കും. ഇങ്ങനെയുള്ള കുറെ സൗകര്യം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ചാടിക്കയറി സോഹോയിലേക്ക് വരുന്നത്. പേയ്മെന്റ് കുറച്ച് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി മറ്റു സോഫ്റ്റ്വെയറുകൾ കൂടുതൽ കുറച്ച് പേയ്മെന്റ് കൂടുതലാണ്. പക്ഷെ ആളുകളുടെ പേയ്മെന്റ് അല്ല, ആളുകൾ സൗകര്യം നോക്കിയിട്ടാണ് ഏറ്റവും ഉപയോഗിക്കുന്നത്. അപ്പം SAP ഒരു സോഫ്റ്റ്വെയർ ആണ്, കുറച്ച് ടഫാണ്. ടാലി എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ടാലി പഠിക്കുമ്പോൾ മനസ്സിലാവും, ടാലിയിലെ എല്ലാ സാധനങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ടാലി കമ്പാരിറ്റീവ്ലി അക്കൗണ്ട് സോഫ്റ്റ്വെയറിൽ പഠിക്കാൻ നോക്കുമ്പോൾ ചെറിയൊരു ടഫാണ്. ടഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഞാൻ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ ടാലിയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് പറയാം. കാരണം ടാലി പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് അക്കൗണ്ട്സിന്റെ സോഫ്റ്റ്വെയർ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് സോഫ്റ്റ്വെയർ ടാലി പഠിച്ചു കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയറും കൈകാര്യം ചെയ്യാൻ പറ്റും. ഈവൻ SAP വരെ ചെയ്യാൻ വേണ്ടി പറ്റും. SAP ചെയ്യണമെങ്കിലും ടാലിനെ കുറിച്ച് ഒരു ബേസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടാലി പഠിക്കണം എന്ന് പറഞ്ഞാൽ
അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ടാലി തന്നെ പ്രിഫർ ചെയ്ത് പോണത്. ഇപ്പൊ ടാലിയുടെ ഏറ്റവും പക്ഷെ ലേറ്റസ്റ്റ് വേർഷൻ ടാലിയില് ഇപ്പൊ അവര് റിന്യൂ ചെയ്യുമ്പോൾ ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. കറക്റ്റ് ആണോ സർ? ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്വിച്ച് ചെയ്യുന്നതിന്റെ ഒരു റീസൺ അതാണ്. അല്ല, എല്ലാവരും നിലനിൽപ്പാണല്ലോ എല്ലാവരുടെയും പ്രശ്നം. ഉം, 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 ഉം. ഡാറ്റയാണല്ലോ, ഡാറ്റയാണ്. ഇപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇലോൺ മസ്കിന്റെ ടെസ്ലേന്റെ വണ്ടി ശരിക്കും ഒരു ഡാറ്റ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയാണ്. ടെസ്ലേനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അയാൾ എവിടെയാണ്, അയാൾ എന്ത് സ്ഥലത്താണ് നിൽക്കുന്നത്, എന്താണ് അയാൾ ചെയ്തത്, എല്ലാ സാധനവും ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെസ്ലേന്റെ വണ്ടി എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ 100% നമ്മൾ അവർക്ക് കൊടുക്കല്ലേ. ക്രിപ്റ്റോ കറൻസി ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാ 100% ആ സാധനം ഒരു ഇന്റർനെറ്റ് വണ്ടിയാണ്. ഇന്റർനെറ്റ് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഇത് വണ്ടിയില്ലേ, ഇൻസൈഡ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്, ഉള്ളിൽ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ഡാറ്റ പോകുന്ന മെഷീനാണ്. നമ്മൾ എവിടെയാ പോകുന്നത്, നമ്മൾ എന്താ ചെയ്യണത്, അതിനനുസരിച്ചുള്ള സജഷൻ പോലും ഗൂഗിളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തരും. അല്ലേ? നിങ്ങൾ മൈസൂരിലേക്ക് പോയി, മൈസൂർ പോകുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ പോകേണ്ട റൂം അവർ തരും. അവിടെ നിങ്ങൾ അവിടെ പോകേണ്ടതെന്ന് അവർക്കറിയാം. ആർക്കറിയാം? ഗൂഗിളിനറിയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്ത് നോക്കി, അതേ സാധനങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കും. ഇല്ലേ? നിങ്ങൾ എന്നെ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി, എന്റെ അഡ്വർടൈസ്മെന്റേ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാൻ അതിന് സംവിധാനങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഒരു ഡാറ്റയാണ് എല്ലായിടത്തും. അപ്പൊ ഡാറ്റ പോകുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എനിവേ, ടാലിയിൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. ആദ്യത്തെ വേർഷൻ തുടങ്ങിയിരിക്കുന്നത് 7.2 മുതലൊക്കെ ഏറെക്കുറെ വേണമെങ്കിൽ പറയാം. 6 ഉണ്ട്, 6.3 ഉണ്ട്, 7.2 ഉണ്ട്, 8.1 ഉണ്ട്, 9. ഇങ്ങനെയാണ് അതിന്റെ ഒരു വേർഷൻ പോയിരുന്നത്. പിന്നീടാണ് ഇപ്പൊ ERP9 പ്രൈമിൽ തന്നെ 1.2, 2, 3, 4, 4.0, 5.0 ഇങ്ങനെ രീതിയിലാണ് ഇപ്പോൾ അവർ പോകുന്നത്. ഓക്കെ, പഴയ സാധനങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ERP തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇന്ന സംഭവം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൊന്നൊന്നുമില്ല. വൺ ടൈം പർച്ചേസ് ഉള്ള ഒരു സാധനമാണ് ടാലി എന്നുള്ളത്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം റിന്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടിയാണ്. ഇല്ലെങ്കിൽ റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായാലും ടാലിയിലോ അല്ലെങ്കിൽ GSTയിലോ ഇൻകം ടാക്സിലോ ചെറിയ അപ്ഡേറ്റ്സുകളൊക്കെ വരുന്ന സമയത്ത് ഇവർ ചെറിയൊരു കളിയൊക്കെ കളിക്കും. ആ കളി കളിക്കുമ്പോൾ നമ്മൾ നിർവാഹമില്ലാതെ AMC ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള വലിയ കോംപ്ലയൻസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് സുഖകരമായിട്ട് എന്ത് ചെയ്യാം? ടാലി ERP9 ആയിട്ടും 9 ആയാൽ പോലും വൃത്തിയിൽ ഉപയോഗിക്കാം. ഒരേ സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ പോകുന്ന ഇൻവോയ്സിങ്ങിന് കുറെ കാര്യങ്ങളൊക്കെ അൽക്കുലത്താവും, എന്നാലും കാര്യങ്ങളൊക്കെ നടക്കും. അല്ലേ? ആരിപ്പോൾ ടാലി ERP9 ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ERP9 ടാലി ആരെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടല്ലോ, അതാണോ ഉപയോഗിക്കുന്നുണ്ടോ? ടാലി പ്രൈമാണ്. ERP9 തന്നെ ഉപയോഗിക്കുന്നത് പ്രൈം തന്നെ. പ്രൈം പഠിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രൈമിന് ഏറ്റവും ലേറ്റസ്റ്റ് സാധനം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 4.22 4.0 ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? കംപ്ലൈന്റ് ലാപ്ടോപ്പ് ഇല്ല, കംപ്ലൈന്റ് അതല്ല ചോദിക്കുന്നത്. വർക്ക് ചെയ്യുന്ന ആളുകൾ ആരെങ്കിലും ഉപയോഗിക്കണ്ടോ? സർഫ് പ്രൈമാണ് ഉപയോഗിക്കുന്നത്. ഇല്ല ഞാൻ 9 എങ്ങനെ? ഞാൻ ഉപയോഗിക്കണില്ല, എന്റെ കംപ്ലൈന്റ് ആണ്, അപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ റെഡിയാക്കി എടുക്കാം. അല്ല, ഇപ്പോഴും കമ്പനികളിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? വ്യക്തിപരമായിട്ടല്ല, കമ്പനികളിൽ ആരെങ്കിലും ഉപയോഗിക്കണ്ടോ? ഇല്ല, കമ്പനികളിൽ ആരും ഉപയോഗിക്കുന്നില്ല. ഒന്ന് കമന്റ് യൂസ് ചെയ്യുന്നുണ്ട് സെമീന. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ടാലിയുടെ ഓരോ അപ്ഡേഷനിൽ. ഇപ്പം ടാലി പ്രൈമിലെ 1, 2, 3, 4.0, 5.0 ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. അതായത് ഇപ്പം ഒരുപാട് പുതിയ പുതിയ സോഫ്റ്റ്വെയർ വരുന്ന സമയത്ത് ടാലി കുറച്ച് ടഫാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് ഉണ്ട് പൊതുവെ. ടാലി എല്ലാവർക്കും റിപ്പോർട്ട് എടുക്കാൻ കഴിയില്ല, മുതലാളിക്കൊന്നും റിപ്പോർട്ട് കിട്ടില്ല. മുതലാളിക്കൊക്കെ അക്കൗണ്ടന്റ് എന്ത് പറഞ്ഞു കൊടുക്കണത് അതന്നെ കഴിയുള്ളൂ. ബാക്കിയുള്ള രീതിയിൽ ഗേറ്റ് ഓഫ് ടാലി, കമ്പനി ഇൻഫോ അങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ പരിപാടികളൊന്നും റിപ്പോർട്ട് എടുക്കാൻ അറിയാത്തതുകൊണ്ട് അക്കൗണ്ടന്റിന് സമാധാനമായിരുന്നു. ടാലിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം മാത്രമല്ല ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ സിസ്റ്റത്തില് ഇപ്പൊ അവര് ക്ലൗഡൊക്കെ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അത്ര സിങ്കിങ്ങിന് ചെറിയ പ്രശ്നമുണ്ട്. സോഹയാണെങ്കിൽ എവിടെയും ചെയ്യാം അല്ലെ? സോഹാണെങ്കിൽ എനിവർ എവിടെയും ചെയ്യാം. ഓക്കെ, ഫാറൂഖ് ഭായ് പഠിക്കുന്നുണ്ട് സോഹോ. ഫാറൂഖ് ഭായ് പഠിക്കണ്ടോ? നമ്മളങ്ങൾ സോഹയിൽ കൂട്ടിയില്ലല്ലോ.
അല്ലാ. ഫാറൂഖ് ഭായ് എന്നെ വെല്ലുവിളിച്ചേക്കെ നമ്മള് സോഹോ പഠിച്ചു തരുന്നതിന് മുമ്പ് ഫാറൂഖ് ഭായ് പഠിച്ചു തരുമെന്ന് പറഞ്ഞു. അത് ഇടയ്ക്ക് തരും. എന്റെ അടുത്ത് അത് ഇടയ്ക്ക് ഇന്നലെ എന്റെ പഠിക്കും. നിങ്ങൾ അനൂപ്കനെ മുന്നേ ഞാൻ ചാടത് എങ്ങനെങ്കിലും. ഇടയ്ക്ക് എന്നോട് ചോദിച്ചായിരുന്നു പർച്ചേസ് എവിടെ എൻ്റർ ചെയ്യണമെന്ന്. അതെ, ടാലിയിലും എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ക്ലൗഡ് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടി ഇപ്പം പറ്റും. പക്ഷെ അതിൽ ചെറിയൊരു സിങ്കിങ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. സിങ്കിങ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അത് അവിടെ അപ്ഡേറ്റ് ചെയ്തോളന്നില്ല. ചില സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിലേ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷെ സോഹോ വന്ന സമയത്ത് 100% ക്ലൗഡ് ആയതുകൊണ്ട് ഈ ഡിലേക്ക് വലിയ സാധ്യത ഇല്ല. ഇവിടുന്ന് ആ പോസ്റ്റ് ചെയ്യേണ്ടത് നേരെ പോയി സേവ് ആയി പോകുന്നത് ക്ലൗഡിൽ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഡിലേ ഉള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ടാലി പ്രൈം ഉപയോഗിക്കുന്ന ആർക്ക് അവർക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ എന്താന്നുള്ളത്. ഡിലേ ഉണ്ടാവും. സൈറ്റിനകത്തൊക്കെ ക്ലൗഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം പോസ്റ്റ് ചെയ്ത ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ അങ്ങനെ വരും. ചില സമയത്ത് 10 മിനിറ്റും അല്ല, ചിലപ്പോൾ 6 മണിക്കൂറൊക്കെ എടുക്കും. ആ ഒരു പ്രശ്നം ടാലിക്കുണ്ട്. എല്ലാ കേസുകളിലും ഉണ്ട്. അപ്പം മറ്റേതാണെങ്കിൽ ഒന്നുകൂടി ഈസിയാവും. ടാലിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് റിപ്പോർട്ട് വേണം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന അതേ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ള ഒരു അസംഷൻ നമുക്ക് പല റിപ്പോർട്ട് ഇപ്പം സോഹോയിലെ പല റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. ടാലിയിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും ഒരു സാധ്യത ഉണ്ടാവില്ല. കറക്റ്റ് റിപ്പോർട്ടായിരിക്കും. ശരിയല്ലേ? ടാലി ഉപയോഗിക്കുന്നവരല്ലേ അഭിപ്രായം എന്താ? റിപ്പോർട്ടിങ്ങിന് എങ്ങനെയുണ്ട് ടാലി? കറക്റ്റ് പക്കാ റിപ്പോർട്ടായിരിക്കും. P&L ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും അതിലെ സ്റ്റോക്കിൻ്റെതായാലും എല്ലാം ഭയങ്കര നല്ല നമുക്ക് ഭയങ്കര കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റും. മറ്റേ നമുക്ക് അത്ര ധൈര്യം വരത്തില്ല. കാരണം അത് റിപ്പോർട്ട് തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള നമുക്കൊരു കുറേ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ടാലിയിൽ നമ്മൾ എവിടെ ഇട്ട് ഏത് ഹിറ്റ് ചെയ്താൽ എവിടെ ഹിറ്റ് ആവും എന്നുള്ളതിനെ കുറിച്ച് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യമുണ്ട്. ഇന്നൊരു സാധനം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ടാൽ എവിടെ എഫക്റ്റ് ചെയ്യും, ലെഡ്ജറിൽ ഇട്ടാൽ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ, ബാലൻസ് ഷീറ്റിലൂടെ എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ടഫസ്റ്റ് ആയിട്ടുള്ള ടാലി പ്രൈം ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ടാലി പ്രൈമിലെ ആദ്യം കമ്പനി ക്രിയേഷൻ മുതൽ അങ്ങ് തുടങ്ങി ലെഡ്ജർ ക്രിയേഷന് അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ അതിനുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് മാൻഡേറ്ററി ആക്കി വെക്കുന്നില്ല. പക്ഷേ സിസ്റ്റത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാം, അത് ചെയ്ത് തന്നെ മുമ്പോട്ടേക്ക് പോവാം. അല്ലാത്ത ആളുകൾ ഏതെങ്കിലും ഒരു സമയം നമുക്ക് സിസ്റ്റം കിട്ടുന്ന ആളുകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മുമ്പോട്ടേക്ക് പോകാം. ഇനി വേണമെങ്കിൽ നമുക്കൊരു ഓഫ്ലൈൻ ഇവൻ്റ് ഒക്കെ വെച്ചിട്ട് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് 2-3 ആളുകൾ ലാപ്ടോപ്പുള്ള ആളുകളൊക്കെ ഇടുന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ ചെയ്തിട്ടൊക്കെ നോക്കാം. അല്ല അനൂക്ക, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. വലിയ ചിലവൊന്നും വരില്ല. ഒരു ദിവസം നമ്മൾ മൊത്തത്തിൽ ഇരുന്ന് അങ്ങ് പഠിക്കണം എന്ന് മാത്രം. ഇവിടെ നമ്മളൊരു 90% പഠിച്ചു പോയി കഴിഞ്ഞാൽ ഓഫ്ലൈനിൽ അത് പെട്ടെന്ന് നടക്കും. അപ്പോൾ അനൂപ്ക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ, ലാപ്ടോപ്പ് ഉള്ള ഒരാളുണ്ടെങ്കിൽ, ഇല്ലാത്ത 2-3 ആൾ കൂടി വന്ന് അപ്പുറം ഇപ്പുറം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നിച്ചൊക്കെ ചെയ്ത് പഠിക്കാനൊക്കെ സംവിധാനം ഉണ്ടാക്കാം. അതൊക്കെ നല്ല ഐഡിയ ആണ്. നമുക്ക് വലിയ ചിലവുകളില്ലാതെ കാര്യങ്ങൾ നടക്കും. വേണോ അങ്ങനെ സെഷൻ വേണോ? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി, പെട്ടെന്നല്ല പറഞ്ഞേ. അപ്പം ലാപ്ടോപ്പ് ഇല്ലാത്ത ആളുകളുടെ അവരെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യാം. അപ്പോൾ ഒരു മൊത്തത്തിൽ നമുക്ക് എത്രയാണോ ചിലവാകുന്നത് എല്ലാവരും ഈക്വൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ലാസ്റ്റിക്ക് നോക്കാം, നമുക്ക് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ സർട്ടിഫിക്കേഷൻ സെറിമണി ഒക്കെ നടത്തുന്ന സമയത്ത് ആ സമയത്ത് നോക്കാം. വേണ്ടേ? എങ്ങനെ സെഷൻ വേണ്ടേ? എക്സാം സർട്ടിഫിക്കറ്റ് കിട്ടും. വേണ്ടേ? വേണം. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്ത കുറെ പാവങ്ങളുണ്ട്, അവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റംസി നായിക് ദുബായിൽ പോയി എങ്ങനെ പരിപാടി സംഘടിപ്പിക്കുക? ആര്? ഫാറൂഖ് ഭായ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാം. നമുക്ക് ഫാറൂഖ് ഭായ് പ്രോഗ്രാം ഉണ്ടാകുന്ന നാട്ടിലേക്ക് എത്തൂലേ? അതിന്റെ ടിക്കറ്റ് നമുക്ക് ഉണ്ടാക്കി അയച്ചു കൊടുക്കാം. ഫാറൂഖ് ഭായ് എന്റെ കോർഡിനേറ്ററാ. ഓക്കെ, അപ്പോൾ എല്ലാവരും വേണമെന്ന് പറയാം. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. ലാപ്ടോപ്പ് ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് അങ്ങനെ ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ച് വലിയ ബോർഡിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ആ കാര്യങ്ങൾ നടക്കും. അപ്പം ടാലി സിസ്റ്റത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യാം, നേരെ ഗൂഗിളിൽ കയറിയിട്ട് ടാലി എന്ന് അടിച്ചു കൊടുത്താൽ ടാലിയുടെ സൈറ്റിനകത്ത് കയറും. അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ടാലി എന്ന് അടിച്ചു കൊടുത്താൽ മതി, ഇവിടെ വരും. ഗൂഗിൾ സ്ക്രീൻ ഓക്കെ അല്ലേ? ടാലി പ്രൈം ഡൗൺലോഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ടാലി 5.0 ഇതിങ്ങനെ വരും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി.
ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്കുള്ള ഡൗൺലോഡ് ഓപ്ഷൻ വരും. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ ഡൗൺലോഡോ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ നമുക്ക് അങ്ങനെ കിട്ടും. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ 2-3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിട്ട് വരും. ഡൗൺലോഡ് അല്ല, ഇൻസ്റ്റാൾ ആയിട്ട് വരും. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടാലി ഉപയോഗിക്കാം. അത്രയേ ഉള്ളൂ ടാലിയുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. നേരെ ടാലിയുടെ സൈറ്റിനകത്ത് കയറാം. സൈറ്റിനകത്ത് കയറിയിട്ട് ടാലി പ്രൈം അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടും. ഇനി ഇതല്ല ഇതിന്റെ പഴയ വേർഷൻ ആണെങ്കിൽ നമുക്ക് ആ വേർഷൻ അടിച്ചു കൊടുത്താൽ മതി. ടാലി 4 ആണോ വേണ്ടത്, 3 ആണോ വേണ്ടത്, ഏതാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേർഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനി ടാലിയുടെ ഏത് 4 ആയാലും 3 ആയാലും ഏതായാലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. യൂസർ ഇന്റർഫേസിനകത്ത് വലിയ മാറ്റങ്ങൾ ചെറുതാക്കിക്കൊണ്ട്, അതായത് മുതലാളിമാർക്കും ടാലിയിൽ നിന്ന് പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടണം, അവർക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ 1, 2, 3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാലി പ്രൈം ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ടാലി പ്രൈമിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. ടാലി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയല്ലോ. ടാലി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സംഭവം ഉണ്ടാവും. ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് കാണിക്കും. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ആളുകൾക്കൊക്കെ എഡ്യൂക്കേഷൻ എന്നായിരിക്കും കാണിക്കാം. ചിലത് ഗോൾഡ് ഇതൊക്കെ കാണിക്കും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് കാണിക്കും. അല്ലാത്ത ആളുകൾക്കൊക്കെ എഡ്യൂക്കേഷൻ എന്നൊക്കെ കാണിക്കും. എന്നിട്ട് ഇതിനകത്ത് ഓപ്പൺ കയറി കഴിഞ്ഞാൽ വലതു ഭാഗത്തുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചു പോകുന്നത് മാത്രം. ഓക്കെ, വലതു ഭാഗത്ത് ഈ കാണുന്ന കമ്പനി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വിശദമായിട്ട് ഓരോ ദിവസം നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് പറയാം. പിന്നീട് നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് വൗച്ചർ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കും. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, മാനുഫാക്ചറിങ്, സർവീസ് ആ ഒരു സെഗ്മെന്റിലേക്ക് കിടക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സെഷൻ പോവാം. ക്ലിയർ ആയല്ലോ. ഇനി ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. അതിനുശേഷം നമുക്ക് അടുത്ത് പറയാം. ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിലവിലെ അക്കൗണ്ട്സിൽ ആരെങ്കിലും കോളായി കിടക്കുന്ന അക്കൗണ്ട്സിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ, കോളായി അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാം എന്ന് ചോദിച്ച് ഇങ്ങനെ ഡൗട്ട് അയക്കുന്നുണ്ടോ, മുതലാളി ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, എന്ത് ചെയ്യാമെന്ന് അറിയാത്ത രീതിയിൽ സ്റ്റക്കായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം പറയും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും കൂടി അത് മനസ്സിലാവും. എന്ത് ചെയ്യണം എന്ന് അറിയാതെ അക്കൗണ്ട്സിൽ കയറിയിട്ടുണ്ട്, പക്ഷെ ഒരു പിടുത്തം കിട്ടണില്ല, അങ്ങനെയുള്ള ആളുകൾ ജെബിൻ പണ്ടൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തായിരുന്നു? ഇവിടെ ഇല്ലേ, ലൈവിലുണ്ടോ? ചോദിക്കുക. ഉണ്ടെങ്കിൽ വരി, പുറത്ത് വരി. ഉണ്ടോ ആരെങ്കിലും അക്കൗണ്ട്സ് കോളായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുതലാളിയുടെ അടുത്ത് ഫയർ ചെയ്തുകൊണ്ട് കിട്ടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ എന്താണ് നിങ്ങൾക്ക് പണി? ഒരു പണിയില്ലല്ലോ, റിപ്പോർട്ട് ഇട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടോ? നമ്മളെത്ര സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ഇതുമാതിരിയുള്ള ചോദ്യമാണ്, നിനക്ക് എന്താ ഇവിടെ പണി എന്ന്. ഉള്ള പണികൾ മൊത്തം നമ്മൾ എടുക്കാൻ വേണം. അനൂപ് നിങ്ങളെന്നല്ലേ മുതലാളിയും തൊഴിലാളിയൊക്കെ? നമ്മുടെ കസിന്റെ ഫേമാണ്, പക്ഷെ നമ്മളത് നമ്മുടെ ഫേം മാതിരി കൊണ്ടു നടക്കുന്നത്. പക്ഷെ എത്ര ആത്മാർത്ഥതയോടുകൂടി നമ്മൾ വർക്ക് ചെയ്താലും അവർ ചോദിക്കുകയാണ്, നിനക്ക് എന്താ ഇവിടെ പണി എന്ന് ചോദിക്കും. അവിടെ ഒരു 3-4 പാർട്ട്നേഴ്സ് ഉണ്ട്. അവര് പലരും പല രീതിയിലുള്ളതാണ്. അപ്പോ ഒരു മുതലാളിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ കമ്പനിയുടെ പേരിൽ ബില്ല് ചെയ്യും. അപ്പൊ അതവിടെ പ്രശ്നം. അടിപൊളിയാണല്ലോ. പിന്നെ അതേ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒന്നും മൂപ്പർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ പറയുമ്പോൾ പുള്ളി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കമ്പനിയാണ്, പുള്ളി വേറെ ഒരു 3-4 പേരെയും കൂടി ചേർത്തിട്ട് പാർട്ട്ണർഷിപ്പില് കമ്പനി റൺ ചെയ്യും. നിങ്ങൾക്ക് പറ്റൂല ഇറങ്ങി പോണം അവിടുന്ന്. ഞാൻ പല പ്രാവശ്യം അവിടുന്ന് പോകുന്നതാ, 2-3 പ്രാവശ്യം ഫാമിലിയാണ്. അതാണ് ഫാമിലി ആയാലും വാപ്പയാലും ഉപ്പയായാലും ഒക്കെ ശരി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഭയങ്കര പ്രയാസമാണ്. അതാണ് നേരത്തെ സാറ് പറഞ്ഞത്, കുടുംബത്തില് ജോലി ചെയ്യരുതെന്ന്. ഇനി ഞാൻ ആ ഒരു ഒറ്റ പ്രസ്ഥാനമായിട്ട് എടുക്കരുത്. എന്തുകൊണ്ടാ പറഞ്ഞെന്നുള്ള കൂടി ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാണ്.
അതെ എനിക്കറിയാം അതെ എനിക്കറിയാം അതാണ് അനൂപ് അനുഭവം പറയണത്. ആ ഇതെന്താ വെച്ചാൽ അപ്പോൾ അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, പുള്ളി ഇതുമാതിരി പുറമേ നിന്നൊക്കെ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് കമ്പനിയുടെ പേരിലേക്ക് ബില്ല് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് പുള്ളി അങ്ങോട്ടേക്ക് സെയിൽ ചെയ്യും. അതുപോലെ ഡയറക്റ്റ് ചിലപ്പോൾ കമ്പനിയുടെ പേരിലേക്ക് ബില്ല് ചെയ്തിട്ട് അങ്ങനെ ചെയ്യും. അതല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കമ്പനിയുടെ പേരിൽ ബില്ല് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഡെലിവറി ചെയ്യും. ആ. അപ്പൊ ഈ ബില്ലൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടൂല. പിന്നെ അപ്പൊ ഈ വീട്ടില് GST യുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അതിന് വരില്ലേ? GST-യുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് വരും. അതൊന്നും നോക്കാനോ പിടിക്കാനൊന്നും അവർക്ക് ഇതില്ല. അപ്പോൾ GST-യുടെ എമൗണ്ട് എത്ര ഫൈനൊന്നും വരണമെന്ന് കിട്ടാറില്ല, GST നിന്നൊന്നും ഫൈനോ അങ്ങനത്തൊന്നും കിട്ടില്ല. ഫൈനൊന്നും വരാറില്ല. ആ അങ്ങനെ അത് ധൈര്യമായിരിക്കും. പക്വല കറക്റ്റ് ആൾക്കാരാണ്. നമ്മള് കറക്റ്റ് ഒറ്റ പ്രാവശ്യം പിടിച്ചാൽ മതി. ഒരു പ്രാവശ്യം പിടിക്കുമ്പോൾ ഒരു 5-6 ലക്ഷം റുപ്യേന്റെ ബില്ല് ഫൈന് വന്നാ ശരിയാവും. GST ആണല്ലോ പിന്നെ എങ്ങനെ ഏ അനൂക്ക് അവിടെ കൊല്ലത്തില് 2 ലീവാണല്ലോ എടുക്കല്, ചെറിയ പെരുന്നാളിന് വലിയ പെരുന്നാൾ. യെസ് അതെ അതെ. അനൂപ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. പിന്നെ അല്ലാത്ത ഇനി പിന്നെ ആരെങ്കിലും അല്ലാത്ത ആരെങ്കിലും കമ്പനി ഏതെങ്കിലും സ്റ്റെക്കായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും സ്റ്റെക്കായി നിൽക്കുക, ഇപ്പൊ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകള്? എനിക്ക് ഇന്നൊരു അനുഭവം ഉണ്ട്. രണ്ട് അനുഭവങ്ങള്. അതായത് ഇന്ന് 2 കമ്പ്യൂട്ടർ വാങ്ങി. ഒന്ന് 41,000 രൂപ കൊട്ടേഷൻ ഒരാൾ തന്നു. പിന്നെ അപ്പൊ നമ്മളെ ഈ മാനേജർ പോയിട്ട് 51,000-ന് കമ്പ്യൂട്ടർ വാങ്ങി. കൊട്ടേഷൻ 41,000-ന് അവര് സ്വീകരിച്ചില്ല, നിർബന്ധപൂർവം. അപ്പോ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് 10,000 രൂപ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഫസീജ പിന്നെ മാഡമാ. അതാണ് നമ്മളെ അതൊരു സംഭവം. ഗ്രൂപ്പിലിട്ടത്. അതാണ് നമ്മളെ അതെ, ഗ്രൂപ്പിലിട്ടത്. വ്യത്യാസം അതാണ് ഒന്ന്. ഞാൻ ഇന്നത്തെ ഒരു അനുഭവം. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഇതാണ്. നമ്മളെ ഒരു സ്ഥാപനത്തിൽ കൂടുതൽ ഡെഡ് സ്റ്റോക്ക് കിടക്കുന്നുണ്ടെങ്കിൽ there is an അതെ adjustment between അയാളും തമ്മിലുണ്ടാവും. അതെ 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 അതെ. പിന്നെ അത് ഇത് വേറെ മാത്രമല്ല, പല കേസുകളിലും വരും. ഇപ്പോൾ വലിയ വലിയ സ്ഥാപനമാണെങ്കിൽ അവിടെ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് കമ്മീഷനാണ് വരിക. ഇലക്ട്രിക്കലിന്റെ വർക്ക് എടുക്കുമ്പോൾ കമ്മീഷൻ വരും. അതെ. അപ്പൊ ഈ ശരിക്കും പിന്നെ അപ്പൊ നിങ്ങൾ വേറൊരു ഈ സംഭവം പറയുന്ന ഈ പർച്ചേസ് ഓർഡറിന്റെ ഇത്രയും ലിസ്റ്റ് വന്നിട്ട് ബൈപ്പാസ് ചെയ്ത് എന്തുകൊണ്ടാ? സിസ്റ്റം ഇല്ലേ അവരെ ചെക്ക് ചെയ്യാൻ? എങ്ങനാ? 2-3 പർച്ചേസ് ഓർഡർ 41,000-ന് വന്നെന്ന് പറഞ്ഞല്ലോ. ഇത് അല്ല, ക്രോസ് ചെക്ക് അത് ചെയ്യാനുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ല? ഇല്ല. എന്നുവെച്ചാല് അവിടുത്തെ മാനേജർ അവിടുന്ന് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വാങ്ങി. അപ്പോ ഈ മാനേജർ വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷണൽ സ്ഥാപനം തന്നെ. അപ്പൊ അവിടത്തേക്കും വാങ്ങുന്നുണ്ടാവും. അപ്പൊ പിന്നെ നിർബന്ധപൂർവ്വം പറഞ്ഞ് അവരുടെ പേരില് ചെക്ക് സ്ഥാപനത്തിന്റെ പേരിൽ ചെക്ക് കൊടുക്കരുത്, പേഴ്സന്റെ പേരിൽ കൊടുക്കണം. അപ്പൊ ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞ് ഇല്ല, അങ്ങനെയേ പറ്റൂ, സ്ഥാപനത്തിന്റെ പേരിൽ തരുള്ളൂ, പേഴ്സന്റെ പേരിൽ തരില്ലാന്ന്. അപ്പൊ അത് അംഗീകരിച്ചു. അപ്പൊ ഇന്ന് വന്ന ഒരു സംഭവം അത്. പിന്നെ വേറൊന്നെന്ന് വെച്ചാൽ മെയ് മുതൽ കുറച്ച് അക്കൗണ്ട്സ് ക്യാഷ് എടുത്തിട്ട് 4 ലക്ഷം റുപ്യ, അതായത് 3,70,70,000 രൂപ മെയിൻ്റെനൻസിനേക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും മാനേജർ ചെയ്തതാണ്. പല ടൈമിലുള്ള ബില്ല് കൊണ്ടു തന്നിട്ടുള്ളത്. ഇന്നലെയാണ് അത് ബില്ല് കൊണ്ടു തന്നിട്ടുള്ളത്. അപ്പം 3,00,000 എനിക്കൊന്ന് ചില്ലറ വ്യത്യാസം ഉണ്ട്. അതെല്ലാം ഈ ടാലിയിൽ കയറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഒരു 50,000 രൂപ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ 60 ചെലവാക്കിയിട്ടുണ്ടാവും. കാരണം അവരെ കയ്യിൽ നിർത്തിയിട്ട് ചെലവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അത് പ്രോപ്പറായിട്ട് ബില്ല് ഇപ്പൊ ലാസ്റ്റ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. അതിനാ ഞാൻ ഏകീകരിക്കുന്ന സെറ്റാക്കുന്ന പണിയാ ഇപ്പൊ ചെയ്യുന്നത്. ഡേറ്റ് വൈസില് ഇപ്പൊ ടാലിയിൽ കയറ്റണം. അത് ഈ ക്ലാസ്സിലൂടെ കുറച്ചും കൂടി ഡേറ്റ് മനസ്സിലാവും വൈസിൽ കയറ്റാന്ന് പറഞ്ഞാൽ ആ ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ ഓൾറെഡി. ആ പഴയ ഡേറ്റിലേക്ക് തിരികെ കയറ്റാൻ പാടില്ല. അതെ, പക്ഷെ ഡേ ടു ഡേ തരുന്നില്ല. ഇപ്പം പക്ഷെ ഒരു അയാൾ ബണ്ടിലായിട്ട് എപ്പോഴാണോ തന്നത് നമ്മളിപ്പോ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാണോ അയാൾ അയാൾ ഇന്നലെ തരുന്നത് നമ്മളെ പഴയ അക്കൗണ്ട്സിലേക്ക് ഒരു കാരണവശാലും ഒരു സാധനം തിരികരുത്. അല്ല, ഈ ഇയർ ഇതാണ് 24-25. അല്ല, എങ്ങനെയായാലും അന്നത്തെ അക്കൗണ്ട്സ് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതായത് ഇല്ല, അത് സാധാരണ ഡേ ടു ഡേ ചെയ്യലുണ്ട്, ഈ മെയിൻ്റെനൻസിന്റെ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന പക്ഷെ എങ്ങനെ ഉദാഹരണം പറയാം. നിങ്ങൾ ഇന്നത്തെ അക്കൗണ്ട്സ് നിങ്ങൾ ഇന്നത്തെ ദിവസം ക്ലോസ് ചെയ്തു. ഇന്ന് ക്ലോസ് ചെയ്ത് നാളെ നിങ്ങൾക്ക് ഒരു ബില്ല് കിട്ടി. അത് കിട്ടിയത് കഴിഞ്ഞ 3 ദിവസം മുൻപുള്ള ഒരു ബില്ലാണെന്നെങ്കിൽ 3-ാമത്തെ ദിവസം പോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ആ സാധനം എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് റോങ്.
എന്ത് ചെയ്യണം? ഇന്നത്തെ ഡേറ്റിൽ ചെയ്യണം. ആ. ഇന്നത്തെ ഡേറ്റിൽ അതിന് വേണമെങ്കിൽ നരേഷൻ നിങ്ങൾ എഴുതി വെച്ചോളി. ഇന്ന ദിവസം സംഭവിച്ചാണ്, ഇന്ന സംഭവിച്ചാണ്, ഇന്ന ആളാണ് അതിന്റെ പ്രശ്നക്കാരൻ, ഇന്നത് ആളാണ്, നിങ്ങൾക്ക് വിശദമായിട്ട് എഴുതി വെച്ചോളി. പക്ഷെ പഴയ ഡാറ്റയിലേക്ക് അക്കൗണ്ട്സ് ഒരിക്കലും തിരികാൻ പാടില്ല. ഒരിക്കലും തിരികരുത്. അങ്ങനെ ചെയ്യരുത്. ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അതായത് നമ്മൾ വിഡ്രോ ചെയ്തിരിക്കുന്ന പൈസ ആ ഡേറ്റിലാണ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഈ 3,70,000 റുപ്പീസ് പല തവണയായിട്ടാണ് വിഡ്രോ ചെയ്തത്. അതായത് മെയ്യില് 50,000, മെയ് അടുത്ത ആഴ്ച വേറൊരു പൈസ, അങ്ങനെ ജൂൺ ജൂലൈ വരെ 3.5 ലക്ഷം റുപ്യ വിഡ്രോ ചെയ്തു. അന്നേരം ഈ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് അറിയുന്നുണ്ടാവില്ല? അറിയുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ മെയിൻ്റെനൻസ് നടത്തുന്ന, അതായത് പെയിന്റ് വർക്ക് അല്ലെങ്കിൽ വേറെ വർക്കേഴ്സ് അങ്ങനെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ വിഡ്രോ ചെയ്യുന്നത്, വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആരാണോ ഉള്ളത് വെച്ചാൽ അവന്റെ തലയൊക്കെ അടിച്ചു കൊടുക്കാം. ഉദാഹരണം മാനേജർ ആണെങ്കിൽ പെയ്ഡ് ടു മാനേജർ 3,75,000 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് റെഡി ആയില്ലേ? പിന്നെ എന്ത് ചെയ്യണം? 3,75,000 അപ്പൊ അതിനെ കണക്ക് കാണിക്കുമ്പോൾ അവന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കുറയണം, ഇല്ലെങ്കിൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണം. അത് നമ്മളെ ഈ പേബിൾസും റെസീവബിൾസിന്റെ അതിന്റെ ഡ്യൂ എൻട്രി ചെയ്യുന്ന സമയത്ത് പറയാം. അതേപോലെ ഇട്ടാല് പിന്നെ മൂപ്പര് ബില്ല് കൊണ്ടുവരുമ്പോ ഇനി മൂപ്പര് ബില്ല് ഉണ്ടെന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മൂപ്പര് അക്കൗണ്ട് ഇങ്ങോട്ട് തരാനുള്ളതായിട്ടുണ്ടോ, സാലറി കൊടുക്കേണ്ട വെച്ചാൽ അതെ ബില്ല് കൊണ്ടുവരുമ്പോ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് മൈനസ് ആയിട്ട് വരും. ആ എമൗണ്ട് സാലറി ഇട്ടാൽ കൊടുക്കണ്ടല്ലോ. കാരണം ഈ മാസം സാലറി കൊടുക്കാണ്ടാവുമ്പോൾ സാലറി ഇല്ല. ഈ കേസിൽ പ്രീപെയ്ഡ് ആയിട്ടുള്ള അയാളുടെ പേരില് ബുക്ക് ചെയ്യേണ്ടത്, ആ വർക്കിന് വേണ്ടിട്ട് പ്രീപെയ്ഡ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ ആളുടെ പേരിലല്ലേ കൊടുക്കേണ്ടത്? ഒന്നെങ്കിൽ പ്രീപെയ്ഡ് ആയിട്ട് ചെയ്യാം, ഒന്നെങ്കിൽ ആ വർക്കിനകത്തേക്ക് വേണ്ടിട്ട് ആ വർക്കിനകത്ത് പേയ്മെന്റ് ചെയ്തിട്ട് പ്രീപെയ്ഡ് ആയിട്ട് കാണിക്കാം. അഡ്വാൻസ് ആയിട്ട് ആ വ്യക്തിക്ക് കൊടുത്തിട്ട് അയാൾ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയും കാണിക്കാം. എപ്പോഴാണോ ട്രാൻസാക്ഷൻ നടക്കുന്നത് ആ ഒരു മൊമെന്റിനകത്ത് നമ്മൾ അത് റെക്കോർഡ് ചെയ്യണം. ഇനി അതിനൊരു നാഥൻ ഇല്ലെങ്കിൽ ആരാണോ കൊണ്ടുവന്ന് അവന്റെ പേരിലടിച്ചിടാം, അന്നേരം അവന്റെ തലയിൽ ആ സാധനം അവിടെ വരും. ഉദാഹരണം ഫാറൂഖ് ഭായി ആണ് ഇപ്പൊ ഇത് വാങ്ങിയതെങ്കിൽ, ഫാറൂഖ് ഭായി ഇന്ന് 3 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ ഫാറൂഖ് ഭായിക്ക് പേയ്മെന്റ് അടിക്കാം. അടുത്ത മാസം സാലറി എടുക്കുമ്പോൾ പറയാം ഫാറൂഖ് ഭായി നിങ്ങൾക്ക് സാലറി ഇല്ല, നിങ്ങളുടെ പൈസ ഓൾറെഡി നിങ്ങൾ ഇങ്ങോട്ട് തരാനാ. പിന്നെ നിങ്ങൾക്ക് അപ്പൊ പറയും എന്റെ ബില്ലുണ്ട്, എന്നാ ബില്ല് കൊണ്ടുവരും പറയും. അപ്പം ബില്ലൊക്കെ ഇങ്ങോട്ട് വരും. സാലറി ആണ് നിൽക്കുമ്പോൾ ബില്ലൊക്കെ ഇങ്ങോട്ട് വരും. ഫാറൂഖ് ഭായി അങ്ങനെ ചെയ്തോളും. അല്ല സർ, ടാലിയിൽ ചെയ്യുവാണെങ്കിൽ ആ ഡേറ്റില് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ ബിൽസ് വെച്ചിട്ട് ടാലിയിൽ നമുക്ക് ബാക്കോട്ട് ഡേറ്റ് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാലി ആയി ഇൻവോയ്സിന്റെ നമ്പേഴ്സ് മൊത്തം അങ്ങോട്ടോട്ട് മാറും. മാറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം നിങ്ങൾ ഓൾറെഡി പല ആളുകൾക്കും ബില്ല് കൊടുത്തിട്ടുണ്ടാവും, പല ആൾക്ക് പേയ്മെന്റ് കൊടുത്ത് റെസീപ്റ്റ് എടുത്തിട്ടുണ്ടാവും. ആ ബില്ല് പിന്നെ ഉദാഹരണം ഇപ്പൊ സക്കീന മാഡം നിങ്ങളിടുന്ന ഒരു പേയ്മെന്റ് വാങ്ങിയതായിരിക്കും, നിങ്ങൾക്ക് പേയ്മെന്റ് വൗച്ചറും കാര്യങ്ങളൊക്കെ കൊടുത്ത് പ്രിന്റ് എടുത്തിട്ട് ഉദാഹരണം 55ാമത്തെ പേയ്മെന്റ് വൗച്ചറാണ് സക്കീന മാഡം വാങ്ങിപ്പോയത്. പിന്നെ എന്തോ സക്കീന മാഡമായിട്ട് നമ്മൾ വേറെന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് മാഡത്തിന് സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ 55ാമത്തെ ഇൻവോയ്സ് പേയ്മെന്റ് വൗച്ചർ ആയിരിക്കുമല്ലോ അത്. പിന്നെ നോക്കും 100 ഒക്കെ കിടക്കണ്ടോ. അപ്പൊ തന്നെ മാഡം പറയും ഇതാണ്ടോ ഫുള്ള് തട്ടിപ്പാ, എനിക്ക് തന്നത് 55, ഇതിൽ കിടക്കുന്നത്. അതേപോലെ നമ്മൾ റിപ്പോർട്ട് നമ്മളെ ഓണർക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഡിഫക്റ്റ് വരും. നേരത്തെ പറഞ്ഞ സെക്കൻഡ് മാഡം പറയാണ് ഇത് ഫുള്ള് തട്ടിപ്പാണ്, ഓൾറെഡി എന്റെ കയ്യിലുള്ള ബില്ല് 55ാമത്തെ നമ്പറാ, ഇപ്പൊ ഇവിടെ ഇതില് ബില്ലിൽ നോക്കി 105 ആണ്. അപ്പൊ പിന്നെ ഫുള്ള് തട്ടിപ്പാണ്. ബാക്കി ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മള് കള്ളന്മാരോ. അപ്പൊ അത് മാത്രല്ല, നേരത്തെ ഫാറൂഖ് ഭായി പറഞ്ഞ പോലെ ഒരു ഏറ്റവും വലിയ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ 20-ാം തീയതി എന്തോ ഒരു റിപ്പോർട്ട് ചോദിച്ച സമയത്ത് നമ്മൾ മോണക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് അവര് ഒന്നും കൂടി റിപ്പോർട്ട് വയ്ക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ വേരിയേഷൻ വരുന്ന സമയത്ത് ഇവരെന്തോ ഇതിനുള്ളിൽ കളിക്കുന്നുണ്ടല്ലോ. നമ്മൾ സാധുക്കളായിരിക്കും, നമ്മളിത് പഴയ എഡിറ്റ് ചെയ്യണമെന്നൊന്നും പോലും അറിയില്ലുണ്ടാവില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഒരിക്കലും ബാക്ക് ഡേറ്റിൽ കൊണ്ടുപോയിട്ട് പരിപാടി നടത്തരുത്. എന്നാണോ നിങ്ങൾക്ക് എന്നാണോ കിട്ടുന്നത് അന്ന് നിങ്ങൾ ചെയ്യാം. അത് നമുക്ക് റിസീവ് ചെയ്യുന്നതിന് ഒരു പ്രൂഫും വാങ്ങി വെക്കണ്ടേ സാർ? എല്ലാം വാങ്ങി വെക്കണം, വിത്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളെ തലേന്ന് മൊത്തത്തിൽ ഊരിട്ട്, അതായത് നമ്മളൊരു ബില്ല് റിസീവ് ചെയ്താലും അത് അപ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ സുപ്പീരിയർ ഒരാളുടെ സിഗ്നേച്ചർ. അതാണ് ഞാൻ പറഞ്ഞത്, അതിനൊരു സിസ്റ്റം ഉണ്ട്. 3 ആളുകൾ സൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ, അതാണ് പറഞ്ഞത്, എല്ലാം നമ്മളെ തലയിൽ വെക്കരുത്. അങ്ങനെ ആവുമ്പോൾ അക്കൗണ്ടന്റിന്റെ കയ്യിൽ നിന്ന് വേഗം വാങ്ങി പോവില്ല. കാരണം ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാം, ആഴ്ചയിൽ ഒരു ദിവസം ഓണർ വന്ന് സൈൻ ചെയ്യണം, ഓതറൈസ് സിഗ്നേറ്ററി എന്ന് പറഞ്ഞ ഓണറുടെ അടുത്ത് കൊടുക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ ഓണർ കൊടുക്കുന്ന ആളും എല്ലാ ആഴ്ചയും വെരിഫൈ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ മാനേജർ അങ്ങനെ വലിക്കുമോ? വലിക്കൂല. ഓണർ ചോദിക്കും ഇതെന്താ ഇങ്ങനെ? അപ്പോൾ സിസ്റ്റം ഉണ്ടാണോ? അല്ലെങ്കിൽ ഈ അക്കൗണ്ടന്റ് വേറൊരാളും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ചോദിക്കുന്നത് എന്താ ഇയാളുടെ ഇങ്ങനെ പേയ്മെന്റ് പോണ്? അങ്ങനെ ചോദിക്കും. ചില ആളുകൾ ഈ ഓതറൈസ് സിഗ്നേറ്ററി എക്സ്റ്റേണൽ പാർട്ടി വെക്കാറുണ്ട് ക്രോസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട്, ഓഡിറ്റേഴ്സിനെ ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരത് പൊളിയുന്ന രീതി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കഴിഞ്ഞത് പോട്ടെ, ഇനി എന്ത് ചെയ്യരുത്, ബാക്ക് ഡേറ്റ് എടുക്കരുത്. ഇനി ചെയ്യുന്ന അതേ ഡേറ്റിൽ നിങ്ങൾക്ക് ബാക്ക് ഡേറ്റിനെ കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നരേഷനിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇന്ന ദിവസമാണ് സംഭവിച്ചത്, ഇന്നാണ് ആ ബില്ല് തന്നത് എന്നുള്ളത് നരേഷനിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തു പോവാം. ഓക്കെ ഫസ്റ്റ് മേഡം. സാർ ഹലോ ആ സാർ, നമ്മളിപ്പോ ഓൾറെഡി പഠിച്ച ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാ? എങ്ങനെ? ഓണറോട് സംസാരിക്കാം. ഓണറോട് ഓണറോട് സംസാരിക്കണം. ഓണറോട് സംസാരിക്കാം. അതിന് ഓണറോട് ഓക്കെ, അത് സംസാരിച്ച് കൃത്യമായിട്ട് പറയാം. ഓക്കെ. അത് അവിടെ നിന്ന് തുടങ്ങണം. അയാളത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഗ്യാപ്പ് ഉള്ളൂ. അയാളത് അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ നമുക്ക് അവിടെ ഗ്യാപ്പ് ഇല്ല. അപ്പൊ പറയാം സോറി സാർ. അല്ല, അത് വാക്കുകൊണ്ട് അംഗീകരിച്ച്, പക്ഷെ അത് പോരാ. ഇംപ്ലിമെന്റ് വാക്ക് ചെയ്യാനുള്ള എവിടെ നടക്കില്ല. പേപ്പർ മാത്രം. വാക്ക് എവിടെ ഇല്ല. വാക്കാണ് എപ്പോഴും മാറാൻ പറ്റുള്ളൂ. ആ കീല എന്ന് പറഞ്ഞ വാക്കില്ല. പറഞ്ഞു, പറയപ്പെട്ടു എന്ന് പറഞ്ഞ സംഭവങ്ങളില്ല. എഴുതി വാങ്ങണം. പേപ്പറുകളിൽ സംസാരിക്കാൻ പാടുള്ളൂ. റെക്കോർഡ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അയാൾ അതിന് റെഡി അല്ല പടക്കാണെങ്കിൽ സോറി സാർ, ഞാൻ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അക്കൗണ്ട്സ് പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലേ നടക്കുള്ളൂ. അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റൂല എന്ന് തന്നെ പറയാം. അപ്പോൾ വീണ്ടും അവർ നിങ്ങളെ വിളിക്കും. 3000 രൂപ സാലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് 4000 തരും അയാള്. ഈ ഇവിടെ ഇരിക്കും നിന്നെ പോലത്തെ ഒരാളെ വിചാരിച്ചത് ഞാൻ പറയും. മൂപ്പർക്ക് ഒരു വിശ്വാസം വരും നമ്മള് ചെയ്യുന്നത് കറക്റ്റ് ആണ് എന്നുള്ളൊരിത്. ആ അങ്ങനെ പറഞ്ഞ 3000 സാലറി തരാന്ന് പറഞ്ഞാൽ 4000 മുഴുവൻ വിളിക്കും. ഇന്നെ പോലത്തെ ആളേടാ വേണ്ടേ, 4000 ഇരുന്നോ, ഈ കറക്റ്റ് ആക്കി കൊണ്ടിറക്കണോ എന്ന് പറയും. കറക്റ്റാ. അങ്ങനെ പറഞ്ഞു നോക്കി നിങ്ങള്. അപ്പം വരുന്ന മാറ്റം നോക്കി നിങ്ങള്. ഓക്കെ, ഇനി എന്തെങ്കിലും? ഓക്കെ. ഇനി നമ്മൾ ടാലിയിലേക്ക് ഫാസ്റ്റ് ആയിട്ട് കിടക്കും. ടാലി കാര്യങ്ങൾ. അപ്പോൾ സോഹോ ബുക്സിന്റെ പാരലൽ സെഷൻ നടക്കും. കുറച്ച് ദിവസം പനി ആയതുകൊണ്ട് നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1-2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിനകത്ത് തന്നെ കയറും. ഇപ്പം ഓൾറെഡി മുടങ്ങിയിട്ടുള്ള 4 സെഷനുകൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എത്ര ആളുടെ കയ്യിൽ സിസ്റ്റം എല്ലാവരുടെ കയ്യിലും ഉണ്ടോ? കുറച്ച് എത്ര ആളുകൾ ഇല്ലാത്ത ആളുകളൊന്നും നോ എന്ന് ടൈപ്പ് ചെയ്തേ, ഉള്ള ആളുകൾ എസ് എന്ന് ടൈപ്പ് ചെയ്തേ. കമ്പ്യൂട്ടറുള്ള ആളുകൾ ടാലി ചെയ്യാൻ പറ്റുന്ന, ഇല്ലാത്ത ആൾക്ക് ഇല്ല എന്ന് തന്നെ ടൈപ്പ് ചെയ്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും എസ് ആണല്ലോ. 1 2 3 4 5 6 7. കുറച്ച് ആളുകൾക്ക് ഇല്ലാത്തുള്ളൂ തോന്നുന്നല്ലേ. എല്ലാവരും ടൈപ്പ് ചെയ്യും. യൂട്യൂബിലുള്ള ആളുകൾ അവിടെ ടൈപ്പ് ചെയ്തോളെ. കുറച്ച് ആളുകളുടെ ഇല്ലാത്തുണ്ട്. ഓക്കെ, ഒരു ടെൻഷൻ അടിക്കണ്ട. ഇല്ലാത്ത ആളുകൾ നമുക്ക് വഴി കാണാം. പക്ഷെ എല്ലാ സെഷനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണേ. ഇപ്പോൾ ഒരുവിധ കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് നന്നാക്കാൻ പറ്റുകയാണെങ്കിലൊക്കെ നന്നായിക്കോളി. കാരണം നമുക്ക് പ്രീമിയം വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല സെറ്റാവും ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ. കംപ്ലൈന്റ് ഉള്ള ആളുകളൊക്കെ നന്നാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിലേ അടുത്ത സെഷനിൽ കിട്ടും. ഓക്കെ, വെരി ഗുഡ്. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ചേച്ചിമാരുടെ അടുത്തോ ആരുടെങ്കിലും ഒക്കെ ഉണ്ടോ ചോദിച്ചു നോക്കി. അപ്പുറത്തെ വീട്ടിലൊക്കെ അതിന്റെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. ഇല്ലാത്തൊന്നും പ്രശ്നമൊന്നുമില്ല, ശരിയാക്കാം. ഇത്രയാണ് നമ്മൾ ഇന്ന് പറയാൻ ചെയ്യുന്നത്. കൂടുതലൊന്നുമില്ല. ഇന്നൊരു ഇൻട്രോ പറയാൻ വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിലവിൽ നിങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ സിസ്റ്റം ഇല്ലെങ്കിൽ സിസ്റ്റം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് മുതലാളിയോട് സംസാരിച്ച് നോക്കാം. റിജക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത വഴി നോക്കണം. കാരണം റിജക്ഷൻ ഉള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കരിയർ ഡെവലപ്പ് ആവില്ല. അത് നിൽക്കുന്നവിടെ തന്നെ ആയിരിക്കും, മോൾക്ക് കയറാൻ കഴിയില്ല. 1-2 സ്ഥാപനങ്ങളൊക്കെ നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. അതേപോലെ കൺസൾട്ടിങ് മേഖലയിലേക്ക് ഇറങ്ങുന്ന ആളുകൾ പൊട്ടിപ്പൊളിഞ്ഞ അക്കൗണ്ട്സുകൾ എടുത്ത് ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഇഷ്ടംപോലെ അക്കൗണ്ട്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ അക്കൗണ്ട്സുകൾ എടുത്തിട്ട് പഠിച്ചു തുടങ്ങാം. കൺസൾട്ടിങ് മേഖലയിലേക്ക് 1-2 കമ്പനികളുടെ അക്കൗണ്ട്സുകൾ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് അക്കൗണ്ട്സ് റെഡിയാക്കാൻ പറ്റും. ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നിങ്ങോട്ട് വരും. പൊളിഞ്ഞ അക്കൗണ്ട്സ് റെഡിയാക്കണം. ഞാൻ എൻ്റെ മഞ്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്ന സമയത്ത് പൊളിഞ്ഞ അക്കൗണ്ട്സ് ആണ്. ഒരു ഐഡിയ ഇല്ലാത്ത, ഇപ്പം ഇന്നലൊക്കെ ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ.
കുറേ പൈസ വന്നതും പോയതും അവരുടെ പേഴ്സണൽ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന് തട്ടി പൊട്ടി പൊളിച്ച് ഉണ്ടാക്കുന്ന അക്കൗണ്ട്സാണ്. ചിലക്ക് നമ്മളെ ഇന്നൊക്കെ പ്രാഗിട്ടടിക്കും, എന്താ സാറേ ഇത് എങ്ങനെ ഉണ്ടാക്കുക, പക്ഷെ എന്താ ഞാനും എന്തില്ല, എൻഡ് ഓഫ് ദ ഡേ അവർ ചിരിക്കും. ഓ ഇത്രയാണല്ലേ. സർ ഒരു ഡൗട്ട്